ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പദേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ
പൂക്കൾ ഓരോരുത്തരായി കൊണ്ടുവന്ന് ഇവിടെ ഭാഗവതത്തിലേക്ക് സമർപ്പിക്കും. ഭാഗവതത്തിലേക്ക് സമർപ്പിച്ചതിന് ശേഷം ആ ഭാഗവതത്തിൽ നമുക്ക് ഒരു കർപ്പൂരം കത്തിച്ച് അതിന്റെ ദീപാരാധന നടത്തിക്കൊണ്ട് നമുക്ക് വിഷ്ണു സഹസ്രനാമം ആരംഭിക്കും. ഓരോരുത്തരായിട്ട് വന്ന് അത് സമർപ്പിക്കും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, സഹസ്രനാമം ജപിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ. ഓം അസ്യ ശ്രീ വിഷ്ണുർദിവ്യ സഹസ്രനാമസ്തോത്രഭാമന്ത്രസ്യ ശ്രീ വേദവ്യാസോ ഭഗവാൻ ഋഷി അനുഷ്ഠുപ്ചന്ദ ശ്രീ മഹാവിഷ്ണു പരമാത്മാ ശ്രീമന്നാരായണോ ദേവതാ. ഓം ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം സശങ്കചക്രം സക്രീഡകുണ്ഠലം സവേദവസ്ത്രം സഹസ്രീരുഹേക്ഷണം സകാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാഗതധ്വജം ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരിയാസീനമംബരശ്യാമമാലിതാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാംഗിതവക്ഷസം നൃപ്പിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണവാശ്രയേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ. ഓം വിശ്വം വിഷ്ണു ഷത്കാരോ ഭൂതഭവ്യഭവത് പ്രഭു ഭൂതവദ്ഭാവോ
ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാംഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോ അക്ഷരേവ യോഗോ യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹപ്രഭു ശ്രീമാൻ കേശവ പുരുഷോത്തമ സർവശിവസ്ഥാനോ ഭൂതാഭിർനിധിരവ്യയ ശംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വര സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്ടരാക്ഷോ മഹാസ്വര അനാദിധനോദാധാവിധാതാരുത്തമ അപ്രമേയോ ശ്രീകേശ പത്മനാഭോ അമരപ്രഭു വിശ്വകർമാമനുസ്തഷ്ടം സ്ഥവിഷ്ടസ്ഥവിരോ ധ്രുവാം അഗ്രാഹി സാക്ഷര കൃഷ്ണോ ലോഹിതാക്ഷപ്രദർധര പ്രഭൂതസ്മൃതഗുബ്ധാമാ പവിത്രം മംഗളം വരം ഈശാന പ്രാണത പ്രാണോ ജ്യേഷ്ഠ ശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദന ഈശ്വരോ വിക്രമീ ധന്വീ മേധാവീ വിക്രമക്രമ അനുത്തമോ ധുരാദക്ഷ കൃതജ്ഞ കൃതിരാത്മവാൻ സുരേശ ശരണം ശർമ്മ വിശ്വവേദ പ്രജാഭവ അഹസംവത്സരോ വ്യാള പ്രത്യയ സർവദർശന അജസർവേശ്വര സിദ്ധ സിദ്ധി സർവാധിരച്യുത വൃഷാകവിരമേയാത്മാ സർവയോഗവിനിസുല അസുർവസുമര സത്യസമാത്മാ സംവിദർശന അമോഘ പുണ്ടരീകാക്ഷോ വൃഷകർമാ വൃഷാകരി രുദ്രൗഘശിലാവിഭ്രൂ വിശ്വയോനിഷു വിശ്രവ അമൃതശാശ്വതസ്ഥാനോ പരാരോഹോ മഹാതവാം സർവകാ സർവവിദ്ധാനോ വിശ്വക്സേനോ ജനാർദ്ദന വേദോ വേദവിദവ്യേങ്കോ വേദാംഗോ വേദവിത്തവി ലോകാധ്യക്ഷസുരാധ്യക്ഷോ ധർമാധ്യക്ഷ കൃതാകൃതാം ചതുരാത്മാ ചതുർവ്യൂഹ ചതുർവംശ ചതുർഭുജ ഭ്രാജിഷ്മം ഭോജനം ഭോക്ത സഹിഷ്ണോ ജഗദാദിജ അനഭോ വിജയോ ജഗദാ വിഷയോ പുനർവസു ഉപേന്ദ്രോ വാമന പ്രാംശുരമോഹശുചിരോർജിത അതീന്ദ്ര സംഗ്രഹ സർവോദ്ധാത്മാനീമോയവ വേദ്യോ വൈദ്യ സദാ യോഗി വീരഃ മാധവോ മധു അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബല മഹാബുദ്ധിർ മഹാവീര്യോ മഹാശക്തർ മഹാദരി അനിർദേശപു ശ്രീമാനമേയാത്മാ മഹാദൃതൽ മഹേശ്വാസോ മഹീഭർത്ത ശ്രീനിവാസ സദാംഗതി അനിരുദ്ധസുരാനന്ദോ ഗോവിന്ദോ ഗോവിന്ദാംബതി മരീജർദ്ദമനോഹംസ സുവർണോ ഭുജഗോത്തമ ഹിരണ്യനാഭസ്യപദാപത്മനാഭ പ്രജാപതി അമൃത്യോ സർവസിംഹാസന്ധാത സന്ധിമാൻ സ്ഥിര അജോ ദുർമർശനശാസ്ത്ര വിശുദ്ധാത്മാ സുരാരിഹം ഗുരുർഗുരുതമോ ധാമ സത്യ സത്യപരാക്രമ നിമിഷോനിമിഷശ്രുതി വാചസ്പതിരുതാരധി അഗ്രണീർഗ്രാമണീ ശ്രീമാൻ ന്യായോ നേതാ സമീരണ സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാദ് ആവർത്തനോ നിവർത്താത്മാ സമൃദ്ധ സംപ്രവർത്തന അഹസംവർത്തകോ വന്യോ ധർമ്മീധര സുപ്രസാദ പ്രസന്നാത്മാ വിശുദ്ധ വിശുദ്ധ വിഭു സത്കർത്ത സത്കൃത സാധുർജന്മനാരായണോ നര അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ടാശിഷ്ടകർച്ചുതി സിദ്ധാർത്ഥ സിദ്ധി സങ്കൽപ്പ സിദ്ധിത സിദ്ധി സാധന വൃഷാഹി വൃഷഭോ വിഷ്ണു വൃഷഭർവാ വൃഷോദര വർദ്ധനോ വർദ്ധമാനശ്ച വിവിക്ത ശിവസാഗര സുഭ്രോ ദുർഭരോ വാഗ്മി മഹേന്ദ്രോ വസുധോ വസു നൈകരൂപോ ബൃഹദ്രൂപ ശ്രീവിഷ്ണ പ്രകാശന ഓജസ്തേയോർദുദിതര പ്രകാശാത്മാ പ്രതാപന വൃദ്ധസ്പഷ്ടാക്ഷരോ മന്ദര ചന്ദ്രാംശുർഭാസ്കരദ്വിതി അമൃതാംശുദ്ഭവോ ഭാരുഷസബിന്ദുസുരേശ്വര ഔഷധം ജഗതസ്യേതു സത്യധർമ്മപരാക്രമ ഭൂതഭവ്യഭവന്നാഥ പവന പാവനോനര കാമഃ കാമോത്കാന്ത കാമകാമപ്രദ പ്രഭു യുഗാദിയുഗാവർത്തോ നൈകമായോ മഹാശന അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രദിനനന്തരി ഇഷ്ടോ വിശിഷ്ടശിഷ്ടേഷ്ട ശിഖണ്ഡേന വൃഷോ വൃഷാ ക്രോധഃ ക്രോധകൽക്കർത്ത വിശ്വബാഹോ മഹീധര അച്യുത പ്രതിത പ്രാണ പ്രാണധോ വാസവാനുര അപാമിതിരധിഷ്ഠാനമപ്രമത്ത പ്രതിഷ്ഠിത സ്കന്ദ സ്കന്ദതരോ ദുര്യോ വരദോ വായുവാഹന വാസുദേവോ ബൃഹദ്ഭാനുരാതിദേവ പുരന്ദര അശോകസ്ഥാനനസ്താര ശൂരശൗരജനേശ്വര അനുകൂലശ്വരാവർത്താപത്നീ പത്മനിഭേക്ഷണ പത്മനാഭോ അരവിന്ദാക്ഷ പത്മഗർഭ ശരീരഭൃ മഹദ്വിരുദ്ധോർദ്ധാത്മ മഹാക്ഷോധ്വജ അതുല സർവോ ഭീമ സമയത്വഹവിർഹരി സർവലക്ഷണലക്ഷണ്യോ ലക്ഷ്മീവാൻ സവിവിദ്യയ വിക്ഷരോ ലോഹിതോ മാർഗോഹി ദുർദാമോദരസ്സഹ മഹീധരോ മഹാഭാഗോ വേഗവാനവിനാശന
ഉദ്ഭവക്ഷോഭണോ ദേവ ശ്രീലബ്ധ പരമേശ്വര കരണം കാരണം കർത്താ വികർത്താരഹനോ ഗുഹ വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാന സ്ഥാനവോ ധ്രുവം പരദ്ധി പരമസ്പഷ്ട തുഷ്ട പുഷ്ട സുഭേക്ഷണ രാമോ വിരാമോ വിരതോ മാർഗോ നയോ നയോ നയ വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമം വൈകുണ്ഠ പുരുഷ പ്രാണ പ്രാണത പ്രണവ പ്രഭു ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായുരധോക്ഷര ഋതുസുദർശനകാല പരമേഷ്ടി പരിഗ്രഹ ഉഗ്രസംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ വിസ്താരസ്ഥാപനസ്ഥാനോ പ്രമാണം ബീജമവ്യയം അർദ്ധോ അനർദ്ധോ മഹാവശോ മഹാഭോഗോ മഹാധന അനിർവൃണ്ണസ്തവിഷ്ടോ ഭൂർധർമ്മയോഗോ മഹാമഹ നക്ഷത്രനക്ഷത്രേ ക്ഷണക്ഷാമ സമീഹന യജ്ഞോ മഹേജ്ഞസ്യ പ്രഭുസത്രം സദാംഗതി സർവദർശീലമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം സുഹൃത സുമുഖ സൂക്ഷ്മ സുഘോഷ സുഗത സുഹൃത് മനോഹരോജിതക്രോധോ വീരബാഹുധാരണം സ്വാഗത സംശോഭ്യാദി നിരാത്മനൈകർമ്മകൾ വത്സരോ വത്സരോ വത്സീരൻ നഗർഭോധനേശ്വര ധർമ്മകൾ ധർമ്മകൾ ധർമ്മേ സത്സക്ഷരമക്ഷരം അവിജ്ഞാതാസഹസ്രമൃധാതാമൃതലക്ഷണ ഗർഭസ്ഥനീതി സത്വസ്വസിന്ധോ ഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭൃഗുരു ഉത്തരോ ഗോപദർഗോക്താ ജ്ഞാനഗമ്യം പുരാതനം ശരീരഭൂതവർഭോക്താ കവീന്ദ്രോ ഭൂരിദക്ഷിണ സോമവോ അമൃത സോമ പുരുകിൽ പുരു സപ്തമ വിനയോ ജയ സത്യസന്ധോ ദാസാധ സ്വന്തദാമ്പതി ഈവോ വിനീതാസാക്ഷി മുകുന്ദോ അമിത വിക്രമ അംബോധനന്ദാത്മ മഹാദിശിവന്ദക അജോ മഹാദ സൗഭാഗ്യോ ജിതാമിത്ര പ്രമോദന ആനന്ദോ നന്ദനോ നന്ദ സത്യധർമ്മ ത്രിവിക്രമ മഹർഷി കപിലാചാര്യ കൃതജ്ഞോ മേദിനീപതി ത്രിപുര ശ്രീദശാധ്യക്ഷോ മഹാശുദ്ധ കൃതാന്തകൾ മഹാവരാഹോ ഗോവിന്ദ സുഷേണ കനകാഞ്ജലി ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗുപ്തചക്രഗദാധര വേദാസങ്കോചിത കൃഷ്ണോദര സംഘർഷണോ അച്യുതം വരുണോ വാരുണോ വൃക്ഷ പുഷ്കരാക്ഷോ മഹാമന ഭഗവാൻ ഭഗവാനന്ദീ വന്മാലീഹലായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണോർഗതി സപ്തമ സുധന്വാകണ്ഡപരിശുദ്ധാരുണോ ദ്രവിണപ്രദാം വിഭസ്പൃക് സർവവ്യാസോ വാരസ്പതിരയോ നിജ നിർവാണം ഭേഷജം ഭേഷ സന്യാസ കൃഷ്ണശാന്തോ ദുഷ്ടാശാന്തിപരായണം ശുഭാംഗ ശാന്തിത സൃഷ്ട കുന്തകുവലേശയ ഗോഹിതോ ഗോപദർഗോക്താ വൃഷഭാക്ഷോ വൃഷപ്രിയ അനിവർത്തി നിവൃത്താത്മ സംക്ഷേത്രാക്ഷേപകൃച്ചിവ ശ്രീവത്സവക്ഷ ശ്രീവാസ ശ്രീപതി ശ്രീമദാംബര ശ്രീധർ ശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീധര ശ്രേയ ശ്രീമാൻ ലോകത്രയാശ്രയ സ്വക്ഷസ്വന്ദശദാനന്ദോ നന്ദർജ്യോതിർഗണേശ്വര വിജിതാത്മാ വിധേയാത്മാ സർവ്യഭിച്ഛിന്ന സംശയ ഉദീർണ സർവചക്ഷുഗണീശ ശാശ്വതസ്ഥിര ഭൂഷയോ ഭൂഷണോ ഭൂതർവിശോകശോകനാശന അത്യുഷ്മാനർച്ചുത കുംഭോ വിശുദ്ധാത്മാ വിശോകന അരവിന്ദോ പ്രതിരത പ്രദ്യുമ്നോ അമിത വിക്രമ കാരിണീ വിനിഹാവീര ശൗരീശൂലഗണേശ്വര ത്രിലോകാത്മാ ത്രിലോകേശ കേശവ കേശികാഹരി കാമദേവ കാമബാല കാമീകാന്ത കൃതാകമ അനന്തേശോ വിഷ്ണു വീരോ അനന്തോ ധനഞ്ജയ ബ്രഹ്മണ്യോ ബ്രഹ്മവത് ബ്രഹ്മ ബ്രഹ്മ ബ്രഹ്മവർദ്ധന ബ്രഹ്മവത് ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണ പ്രിയ മഹാകർമ്മോ മഹാകർമ്മ മഹാതേജോ മഹവർഗ മഹാകൃതോ മഹായജ്ഞ മഹായജ്ഞോ മഹാഹവി സ്തവ്യസ്തവ പ്രിയ സ്തോത്രം സ്തുതിസ്തോതാരണ പ്രിയ പൂർണ്ണപൂരൈതാ പുണ്യ പുണ്യകീർത്തനാമയ മനോജവസ്തീർത്ഥകരോ വസുദേവാ വസുപ്രദാം വസുപ്രദോ വാസുദേവോ വസുവസുമനാഹവി സദ്ഗതി സത്കൃതി സത്താ സദ്ഭൂതി സത്പരായണ ശൂരസേനോ യദുശ്രേഷ്ഠ സന്നിവാസ സുയാമുന ഭൂതാവാസോ വാസുദേവ സർവാസുലേവനല ദർപ്പഹാദർപ്പദോ ദർപ്പോ ദുദ്ധരോധാപരാജിത വിശ്വമൂർത്തിർ മഹാമൂർത്തിർ തീർത്ഥമൂർത്തിരമൂർത്തിമാൻ അനേകമൂർത്തിരവ്യക്ത ശതമൂർത്തി ശതാനനം ഏകോനൈക സമക്കാക്കി എത്തൽപദമനുത്തമം ലോകബന്ധു ലോകനാഥോ മാധവോ ഭക്തവത്സല സുവർണവർണോ ഹേമാന്തോ പരാഗസന്ദനാഗതി വീരഹാവിഷമശൂന്യോ പ്രദാശീകലശദം അമാനീ മാനദോ മാന്യോ ലോകസ്വാമീ ലോകത്തിൽ സുമേധാമേധജോ ധന്യ സത്യമേധാധരാധര തേജോ വൃഷോദ്ഗീത സർവശസ്ത്രപ്രദാംബര പ്രഗ്രഹോ നിഗ്രഹോ വിഗ്രഹോ നൈവസിന്ധോ ഗദാഗ്രജ ചതുർമൂർത്ത ചതുർബാഹ ചതുർവ്യൂഹ ചതുർഗതി
ചതുരാത്മാ ചതുർഭാവ ചതുർവേഗവിവേകവാൻ സമാവർത്തോ നിവർത്താത്മാ ദുർദയോ ദുരവിക്രമം ദുർലഭോ ദുർഗമോ ദുർഗോ ദുരാവാസോ ദുരായ ശുഭാംഗോ ലോകസാരംഗ സുബന്ധു സ്കന്ധുവർദ്ധനം ഇന്ദ്രകർമാ മഹാകർമാ കൃതകർമാ കൃതാകമാം ഉദ്ഭവ സുന്ദര സുന്ദോ രത്നാഭസുലോചന അർക്കോവാദസനസംഗീ ജയന്തസ്വവിജയീ സുവർണബിന്ദുരക്ഷോഭ്യ സർവവാഗീശ്വരേശ്വര മഹാകൃതോ മഹാകർത്തോ മഹാഭൂതോ മഹാനിധി കുമുദകുന്ദര കുന്ദ പർജന്യോ പാവനോനന അമൃതാംശോ അമൃതോപു സർവജ്ഞ സർവതോർമുഖ സുലഭ സുവർണ സിദ്ധ ചതുർവിശത്രുതാപന ഇന്ദ്രോംബരോ ശുദ്ധ ചാമോദാന്തശോധന സഹസ്രാബ്ദി സപ്തദിഹ്വ സപ്തൈതാ സപ്തവാഹന അമൂർത്തിരനഘോ അജിന്യോ ഭയനാശന അണുർബൃഹസ്തൂലോ ഗുണഭർഗുണോ മഹാൻ അധൃതസ്വധൃതസാസ്യ പ്രാഗംശവംശവർദ്ധന ഭാരഭർക്കതിലോ യോഗി യോഗീശ സർവകാമദ ആശ്രമശ്രവണക്ഷാമ സുവർണോ വായുവാഹന ധനുർധരോ ധനുർവേദോ ധർഗോധമൈതാതമാം അപരാജിത സർവസകാമി യത്തോ അനിയമോയമാം സത്വാൻ സത്യ സത്യ സത്യധർമ്മപരായണ അഭിപ്രായ പ്രിയാർഹോ പ്രീതിവർദ്ധന വിഹായ സദൽ ജ്യോതി സുരജിത് വിഭു ദിവ്യവിലോചന സൂര്യ സവിതാര വിലോചന അനന്തോദ്ഭൂതഭോക്ത സുഗതോ നൈരജോ അഗ്രജ അന്യപണ്ണ സദാമ ശ്രീ ലോകാധിഷ്ഠാനമദ്ഭുതം സനാതനതമകപിലം വ്യയ സ്വസ്തിദാ സ്വസ്തി ദക്ഷിണ ആരോഗ്യകുണ്ടലീരക്രേ വിക്രമോർജിത ശാസന സപ്താധിക സപ്തസഹ ശിശിരശങ്കരീകര അക്രൂരക്ലേശനോ ദക്ഷോ ദക്ഷിണക്ഷണാംബര വിദ്വത്തമോ വീരഭയ പുണ്യശ്രവണ കീർത്തന ഉത്താരണോ ദുഷ്കൃതിഹ പുണ്യോ ദുസ്വപ്നനാശന വീരഹാരക്ഷണസന്തോ ജീവനം പര്യവസ്ഥിതം അനന്തരൂപോ അനന്തശ്രീമന്യോർഭയാവഹ ചതുരസ്രോ ഗംഭീരാത്മാ വിദിശോ വ്യാദിശോ ദിശ അനാദിഭൂർഭൂരിഷ്മീസു വീരനിരാംഗത ജനനോ ജനജന്മാത ഭീമോ ഭീമപരാക്രമ ആധാരനിലയോധാര പുഷ്പഹാസപ്രജാകര ഊർധ സർപ്പദാചാര പ്രാണദ പ്രണവപ്രണ പ്രമാണം പ്രാണനിലയ പ്രാണഭൃക് പ്രാണജീവന തത്വം തത്വവിധേയാത്മാ ജന്മമൃത്യുജരാലിഹ ഭൂർഭുവസ്വസ്തുനിസ്സാര സവിതാ പ്രണിതാമഹ യജ്ഞോ യജ്ഞപദം യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞഭൃക് യജ്ഞഭൃക് യജ്ഞസാധന യജ്ഞാനഗുഹ്യ അന്നമന്നാദേവജ ആപ്നയോനി സ്വയം ജാതോ വൈധാനസാമഗായന ദേവകീ നന്ദന സൃഷ്ടാക്ഷരീശ പാവനാശന സംഘവർണ്ണീലക്രീ സംഘധന്വാഗതാധര യഥാർത്ഥപാണിരക്ഷോഭ്യ സർവപ്രഹരണായുധ ഓം ശ്രീ സർവപ്രഹരണായുധ ഓം നമ ഇതി വരമാലി സംഗീ സംഗീയക്രീദന്തകി ശ്രീമന്നാരായണോ വിഷ്ണു വാസുദേവോ അഭിരക്ഷതു വനമാലി സംഗീ സംഗീയക്രീദന്തകി ശ്രീമന്നാരായണോ വിഷ്ണു വാസുദേവോ അഭിരക്ഷതു നമോസ്തനന്ദായ സഹസ്രമൂർത്തേ സഹസ്രപാദാംശിരൂരുപാഹവേ സഹസ്രനാമേ പുരുഷായ ശാശ്വതേ സഹസ്രകോടീപധാരണേ നമഃ. ഓം ശബ്ദാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം സുഖാംഗം ലക്ഷ്മീകാന്തം വിഷ്ണും ഭവഭയഹരം സർവലോകീകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ.
നമ്മൾ ഇന്നലെ ഗർഗഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ പറ്റി നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി. എന്താണ് ഗർഗഭാഗവതം എന്ന്? 263 അധ്യായങ്ങളായി 10 ഖണ്ഡങ്ങളായി ഏകദേശം 10,000-ഓളം ശ്ലോകങ്ങളാണ് ഗർഗഭാഗവതം. ഏതൊരു ഭാഗവതം എന്നതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് ഭഗവാനെ സംബന്ധിക്കുന്നത് എന്നുള്ളത്. ഭഗവാനെ സംബന്ധിക്കുന്നതൊക്കെ ഭാഗവതമായി നമുക്ക് കാണേണ്ടത്. ഭഗങ്ങൾ വഹിക്കുന്നവരായതുകൊണ്ട് ഭഗവാൻ എന്ന ഈശ്വരനും ഭഗവാനും തമ്മിൽ വലിയ വ്യത്യാസമാണ്. നമ്മൾ പറയുന്നത് ഭഗവാൻ ഈശ്വരനാണ്, ഈശ്വരൻ ഭഗവാനാണെന്ന് പറഞ്ഞാൽ എല്ലാവരിലുമുള്ള ഒരു ഗുണമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റും. അതുകൊണ്ടാണ് ഈശ്വരൻ ഭഗവാനായി നമ്മുടെ ഇടയിലേക്ക് വന്നത്. കാരണം നമ്മളോടൊപ്പം നിൽക്കുന്ന ആളാണ് ഭഗവാൻ. എപ്പോഴും നമ്മളായിക്കൊണ്ട് നിൽക്കുന്ന, അതായത് ഒരു അമ്മയുടെ അച്ഛന്റെയും മകനായോ മകളായോ ജനിച്ചുകൊണ്ട് നമ്മളോടൊപ്പം തന്നെ വളർന്ന് നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളും സന്തോഷങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം ഈ ഭഗവാൻ അനുഭവിക്കും. ഈശ്വരൻ അതൊന്നുമില്ല. ഈശ്വരൻ എന്താണ്? ഈശ്വരൻ വന്നു ഒരു നാശമില്ലാത്ത തലത്തിൽ നിൽക്കുന്നു. ഏത് രൂപഭാവങ്ങളിൽ വേണമെങ്കിലും ഈശ്വരന് മാറും. പക്ഷെ ഭഗവാൻ അത് പറ്റില്ല. ഭഗവാൻ എന്തായിട്ടാണോ അവതരിച്ചത് അതായിട്ട് നിൽക്കാൻ പറ്റും. കൃഷ്ണനായിട്ട് അവതരിച്ചാൽ കൃഷ്ണനായിട്ട് നിൽക്കാം, രാമനായിട്ട് അവതരിച്ചാൽ രാമനായിട്ട് നിൽക്കാം, നരസിംഹമായിട്ട് അവതരിച്ചാൽ നരസിംഹമായിട്ട് നിൽക്കാം. അപ്പൊ ഭഗവാനൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഈശ്വരന് പല രൂപഭാവങ്ങള് ഏത് രൂപങ്ങളിലേക്ക് വേണമെങ്കിൽ ഈശ്വരനായിരിക്കുന്ന ആളിന് മാറാൻ സാധിക്കും. പക്ഷെ ഭഗവാനാണെങ്കിൽ അത് പറ്റും. നമുക്കൊരു ഭഗവാൻ, നമ്മളെല്ലാവരും ഭഗവാന്മാരാണ് കാര്യം. നമുക്കുണ്ട് ഭഗവാനെ പോലെ എല്ലാ കഴിവുകളും അനുഗ്രഹങ്ങളും ഗുണങ്ങളും ഒക്കെ നമ്മളിലുണ്ട്. പക്ഷെ അത് ചിലപ്പോഴൊക്കെ നമ്മള് കണ്ണുണ്ടെങ്കിലും കാണുന്നതിനുണ്ട് പണിയുന്നത്. കണ്ണുണ്ട് നമുക്ക്, പക്ഷെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നുണ്ടെന്ന് പറയേണ്ടി വരും, കാണുന്നില്ല എന്ന് പറയും. ഇപ്പൊ പകലല്ല നമുക്ക് കാണാം, പക്ഷെ രാത്രിയായാൽ നമുക്ക് കാണാൻ പറ്റില്ല. കണ്ണുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യും? നമുക്കൊരു വെളിച്ചമില്ലാതെ നമുക്കത് കാണാൻ പറ്റില്ല. അപ്പൊ കണ്ണുണ്ടെങ്കിലും കാണുന്നതിനുണ്ട് പണി എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ എല്ലാം ഭഗവാന്റെ ഗുണങ്ങളെല്ലാം ഉണ്ട്. ഭഗവാനുള്ള അതേ ഗുണങ്ങളെല്ലാം. ഭഗവാന്മാർക്കൊക്കെ എന്തിനാ 4, 5, 4, 6, 8 കൈകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കും ഉണ്ട് അത്രയും കഴിവുകൾ. രാവണന് 10 തലയുണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ചിത്രകാരന്മാരെല്ലാം രാവണന് 2 സൈഡിലേക്ക് 15 വീതം ഇട്ട് 10 തലയാക്കി. പക്ഷെ രാവണൻ അങ്ങനെ 10 തലയായിട്ട് ഇങ്ങനെ നമ്മൾ ഈ കാണുന്ന പോലെ 2 സൈഡിലോട്ടും തലകളാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു രൂപമൊന്നുമല്ല. മറിച്ച് 10 തലയുടെ ബുദ്ധിയുള്ള ആള്. സാധാരണ ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നും 10 മടങ്ങ് ബുദ്ധിയുള്ള ആളാണ്. അതുകൊണ്ടാണ് രാവണന് 10 തലയുള്ള ആളാണ് എന്നൊക്കെ പറയും. അപ്പൊ അത്രമാത്രം വിശേഷതകൾ, ചില വിശേഷതകളെ, സവിശേഷതകളെ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു അവസ്ഥയിലേക്ക് കാണപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കാണുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് നമ്മളുടെ യുക്തിക്ക് നിരക്കാത്തതായി നമുക്ക് പലപ്പോഴും സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കും, രാമായണത്തിൽ ഉണ്ടായിരുന്ന രാവണൻ ഇങ്ങനെ 10 തലയുമായിട്ട് എങ്ങനെ നടക്കും, ഇങ്ങനെ കിടന്ന് ഉറങ്ങും, ഒന്ന് ചരിഞ്ഞ് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ശരിയാണല്ലോ, അതൊക്കെ ഇങ്ങനെയായിരിക്കും സാധിക്കപ്പെടുന്നത്. പക്ഷെ അതിൽ എങ്ങും ഇങ്ങനെ 30 തലകളുണ്ട് എന്നല്ല പറഞ്ഞു. കാരണം രാവണന്റെ ഓരോ തലകളും രാമൻ എഴുതെടുക്കുമ്പോഴും അവിടെ വീണ്ടും തലകൾ നീക്കുന്നുണ്ടെന്ന് പറയും. അല്ലാതെ രാവണന്റെ ഓരോ തലയായിട്ട് വെട്ടി മുറിച്ച് മാറ്റിയതൊന്നും അല്ല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഭഗവാനിലുള്ള, ഭഗവാൻ എന്ന് പറയുന്ന, ഭഗങ്ങൾ എന്ന് പറയുന്ന യശസ്സും ശ്രീയും ഒക്കെ പറയുന്ന ഗുണങ്ങൾ ഇതെല്ലാം നമ്മളിലും ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് രാവിലെ എഴുന്നേറ്റ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഒരേ സമയം തന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് ഇത്രയും ഒരു കൃത്യസമയത്തേക്ക് നമുക്കൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്തെത്താനൊക്കെ കഴിയുന്നത് നമുക്ക് അത്രമാത്രം കഴിവുകൾ നമുക്ക് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ യഥാർത്ഥമായിരിക്കുന്ന ഒരു ഭഗവാൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം, ആ ഈശ്വരനിൽ നിന്നും ഭഗവാനിലേക്ക് വന്ന കൃഷ്ണൻ എന്ന് പറയുന്ന ഭഗവാന്റെ സങ്കല്പ തലങ്ങളെയും ഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ് ഈ ഗർഗഭാഗവതത്തിലൂടെ നമ്മൾ ചിന്തിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നത്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ നമ്മളായി മാറപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ആളിനെ ഇപ്പോഴും നമ്മൾ വെച്ച് പൂജിക്കുന്നത്. ഭഗവാനെ നമ്മൾ ഇപ്പോഴും വെച്ച് പൂജിക്കുന്നത് എന്താ?
ഈ മറ്റെല്ലാ ഭഗവാന്മാരിൽ നിന്നും കുറച്ചുകൂടി ഒരു അടുപ്പം നമുക്ക് ഭഗവാനോട്, മറ്റെല്ലാ ദൈവങ്ങളെക്കാട്ടിലും ഒരു അടുപ്പം നമുക്ക് എപ്പോഴും ഈ ഭഗവാനോടുണ്ട്. അത് നമുക്കിവിടെ ഗുരുവായൂരപ്പനുള്ളത് കൊണ്ട് മാത്രമല്ല, മറിച്ച് എവിടെയാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് കൃഷ്ണനോട് ഒരു പ്രത്യേകമായിരിക്കുന്ന മാനസികമായിരിക്കുന്ന ഒരു സ്നേഹവും അടുപ്പവും സ്വാതന്ത്ര്യവും നമുക്ക് ഇത് എല്ലാവരിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും അദ്ദേഹത്തോടുണ്ടായിരുന്നു. അതിനൊരു കാരണം പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം പരിപൂർണമായിരിക്കുന്ന ഗുണങ്ങൾ ഈ കൃഷ്ണൻ ഉണ്ടായിരുന്നു. അതായത് ഓരോ ഈശ്വരന്മാരും അവതാരങ്ങൾ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഗുണത്തോട് കൂടിയിട്ടായിരിക്കും. 3 ഗുണങ്ങളാണ് നമുക്കുള്ളത്: സത്വഗുണവും, രജോ ഗുണവും, തമോ ഗുണവും. സത്വഗുണം എന്ന് പറയുന്നത് എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് നമുക്ക് എല്ലാം നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി ആ സന്തോഷത്തോടു കൂടി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയാണ് സ്വാത്വികമായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. രജോ ഗുണം എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി 1-2 മിനിറ്റും ഒക്കെ വിരട്ടിയിട്ട് അതിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് രജോ ഗുണം. എളുപ്പം മനസ്സിലാവാൻ അങ്ങനെ പറയും. തമോ ഗുണം എന്ന് പറയുന്നത് പറച്ചിലൊന്നുമില്ല, പറ്റത്തില്ല, അപ്പോഴേ തീർത്ത് ക്ലിയർ ആയി തീർക്കുക അല്ലേ. ഇത് 3 നമുക്കുള്ളതല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ ഈ സദ്ഗുണവും രജോ ഗുണവും തമോ ഗുണവും നമ്മൾ കാണിക്കുന്നവരെ ഇല്ലേ. ആദ്യമൊക്കെ നമ്മളൊന്ന് പറഞ്ഞൊക്കെ നോക്കും. സാത്വികത്തിൽ രാവിലെ നമ്മൾ തുടങ്ങും, രജോ ഗുണത്തിൽ തുടങ്ങി തമോ ഗുണത്തിലേക്ക് ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെയൊക്കെ ആണെങ്കിലും വന്ന് വരികയൊക്കെ ചെയ്യും. അപ്പൊ ഇതെല്ലാം നമ്മളിലുള്ള ഗുണങ്ങൾ തന്നെ, നമ്മളിലുള്ള അവസ്ഥകൾ തന്നെ, നമ്മൾ തന്നെയാണ് ഇതെല്ലാം. പക്ഷെ ഇതിനെയെല്ലാം പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചാൽ, പലപ്പോഴും നമ്മൾ ചിലതൊന്നും കാണാൻ നമുക്ക് സാധിക്കത്തില്ല. നമുക്ക് കാണും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇപ്പൊ നമ്മൾ ഇങ്ങോട്ടൊരു യാത്ര വരുന്ന വഴിയിൽ നമ്മളവിടെ പല വാഹനങ്ങൾ നമ്മൾ പോയത്, പക്ഷെ ആ വാഹനത്തിൽ ചില വാഹനത്തിൽ ഉള്ളവരെ നമ്മൾ അറിയാതെ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കും. അവരുടെ രൂപത്തെയും അവരുടെ വസ്ത്രത്തെയും അവരുടെ അവസ്ഥകളെയും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് എല്ലാവരെയും കാണുന്നുണ്ടെങ്കിലും ചിലരുടെ കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കും. ആ ശ്രദ്ധ നമ്മുടെ മനസ്സിൽ കുറച്ചു നേരമൊക്കെ നിൽക്കും. ആ നിൽക്കുന്നത് കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് പോവുകയും ചെയ്യും. പക്ഷെ എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും മാറിയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഈ ആളിനെ ഞാൻ എവിടെയോ ഒന്ന് കണ്ടിട്ടുണ്ട്, എവിടാണെന്ന് ഓർക്കുന്നില്ല, നല്ല മുഖപരിചയമൊക്കെ ഉണ്ട് ഇല്ലേ. നമ്മൾ പറയുന്നത് നല്ല മുഖപരിചയമാണ് ഈ ആളിനെ കണ്ട്, എവിടെയാണെന്ന് ഓർക്കുന്നില്ല. അതെന്താ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഈ ആളിനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ എവിടെയോ ഇരിപ്പുണ്ട്. അത് എവിടെയാണെന്ന് നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ നമുക്ക് പലപ്പോഴും സാധ്യമാകുന്നില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഭഗവാനായി നിൽക്കുന്ന നമ്മളിലുള്ള ഈ 3 ഗുണങ്ങളും പരിപൂർണമായിട്ട് എപ്പോഴും ഒരുപോലെ നിന്നിരുന്ന ഒരു അവതാരമായിരുന്നു കൃഷ്ണൻ. ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്ന സ്വാത്വികാംശത്തിൽ നിന്ന ആളാണ്. രജോ ഗുണത്തിൽ ഉണ്ടായിരുന്ന ആളാണ് നരസിംഹമൂർത്തിയും തമോ ഗുണവും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പം പരശുരാമനൊക്കെ എന്ന് പറഞ്ഞ രജോ ഗുണത്തിലുള്ള ആളാണ്, നരസിംഹം എന്ന് പറയുന്നത് തമോ ഗുണത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് അവരുടെ നിവേദ്യങ്ങൾക്ക് അത്രമാത്രം സവിശേഷത വരുന്നത്. നരസിംഹമൂർത്തിക്ക് പാനക നിവേദ്യമൊക്കെ അല്ലേ, പാനകം കഴിച്ചിട്ടില്ലേ, പാനക നിവേദ്യമൊക്കെ നടത്തുന്നതും ഒക്കെ അതുകൊണ്ടാണ്. അപ്പം ഓരോ ദേവതകൾക്കും അവരുടേതായിരിക്കുന്ന നിറമുണ്ട്. അതുപോലെ തന്നെ നിവേദ്യത്തിന്റെ അംശങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രാർത്ഥനകൾക്ക് അതിൻ്റെതായ സവിശേഷതകളുണ്ട്. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ അമ്പതേ നമഃ. ഇങ്ങനെ നമ്മളിങ്ങനെ ഒഴുകിയങ്ങ് പോകും. പക്ഷെ അതുപോലെയാണ് ഉഗ്രം വീരം മഹാവിഷ്ണു ജഗന്തം സർവതോന്മുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമി അല്ലേ. നമ്മൾ ആ മന്ത്രം ചെല്ലുമ്പോൾ അതിന്റെ ഒരു തലവും അവസ്ഥയും നമുക്ക് ഒന്നുകൂടി മാറും. അപ്പം ആ രൂപത്തിലും അത് തന്നെയാണ്. ശ്രീരാമചന്ദ്രന്റെ മുഖാവസ്ഥകളല്ല നമുക്ക് എന്ത് നരസിംഹമൂർത്തിയിൽ നമുക്ക് കാണും ഇല്ലേ. എന്നാൽ നമുക്കറിയാം, പ്രഹ്ലാദനെ എന്ത് ചെയ്തു, ഇങ്ങനെ തന്റെ അടുക്കലോട്ടങ്ങ് പിടിച്ചു വെച്ചു. എന്നിട്ട് അടുത്ത് എന്ത് ചെയ്തു, മടിയിലോട്ടങ്ങ് ഇട്ടു. ലോകത്തുള്ളവർക്ക് എല്ലാവർക്കും പേടിയായി നരസിംഹമൂർത്തിയെ കണ്ടപ്പോൾ. നരസിംഹമൂർത്തിയുടെ രൂപം കണ്ടപ്പം ഘോരട്ടഹാസത്തോടുകൂടി എന്ത് ചെയ്തു, ഇങ്ങോട്ട് ഇവിടെ അങ്ങോട്ട് തൂണങ്ങോട്ട് പിളർന്ന് പുറത്തോട്ട് അങ്ങോട്ട് ചാടി വാളുകൊണ്ട് നിന്നിരുന്ന ഹിരണ്യാക്ഷിപുവിനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്തു, പിടിച്ചങ്ങോട്ട് മടിയിലോട്ട് ഇരുത്തി വയറങ്ങോട്ട് പിളർന്ന് ഉടൽമാല എടുത്ത് ഇങ്ങനെ കഴുത്തിലേക്ക് ഇട്ട് രക്തമൊക്കെ ഇങ്ങോട്ട് കുടിച്ച്
എന്നിട്ട് ഇങ്ങനെ എല്ലാവരും വിളിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കുന്ന സമയത്ത് ഭഗവാന്റെ സ്വന്തം എന്ന് പറയുന്നത് ആരാണ്? ഭഗവാന്റെ ധർമ്മപത്നിയായിരിക്കുന്ന മഹാലക്ഷ്മി. അപ്പൊ മഹാലക്ഷ്മിയോട് എല്ലാവരും എന്ന് പറഞ്ഞു ഒന്ന് ആശ്വസിപ്പിക്കാൻ. അപ്പൊ പറഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്നേ നോക്കിയുള്ളൂ ഭഗവത്. പറഞ്ഞു ഇനി ആ മുഖത്തോട്ട്, അതായത് ചുവന്ന് തൊടുത്തിരിക്കുന്ന കണ്ണുകളിലേക്ക് നോക്കാൻ എനിക്ക് ഭയമാണ്, അതുകൊണ്ട് എനിക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞപ്പോ എല്ലാവരും എന്ത് ചെയ്തു? അവിടെ മാറി നിൽക്കുന്ന പ്രഹ്ലാദനോട് എന്നിട്ട് പറഞ്ഞു മോനെ നീ ചെല്ലാം. കാരണം എന്താ? നിനക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ രൂപം, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് നീ ചെല്ലാൻ. പ്രഹ്ലാദനെ സംബന്ധിച്ചിടത്തോളം പ്രഹ്ലാദൻ ഈ രൂപവും ഭാവത്തിലും ഒന്നും ഒരു വലിയ കാര്യമില്ല. കാരണം എന്താണ്? നാരായണൻ എന്ന് പറയുന്നത് സർവത്തിൽ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിനെന്താ ഞാൻ പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഭഗവാന്റെ മുമ്പിലോട്ട് അങ്ങോട്ട് ചെന്നിട്ട് പ്രഹ്ലാദൻ തൊഴിലുകളോടുകൂടി പ്രാർത്ഥിച്ചു. അംബുജനാഭ നാഗേശ്വര ഗംഗല ചിന്മയമേ നിൻ പദാബ്ദ സേവാസ്തുമേ നാഥാജയ നാരായണ ജയ പഥോലോചന പത്മനാഭാജയ. എന്നിട്ട് ഇങ്ങനെ ജപിച്ചിട്ട് പറഞ്ഞു, ഇന്ന് നരസിംഹ വേഷം ധരിച്ചത് എന്നെ രക്ഷിപ്പതിനായിട്ടല്ലോ ദൈവമേ എന്നങ്ങോട്ട് തൊഴുകൈകളോടുകൂടി ആ പ്രഹ്ലാദസ്തുതി അങ്ങോട്ട് ചൊല്ലിയിട്ട് ഭഗവാന്റെ മുമ്പിലോട്ട് ചെന്ന് തൊഴുകൈകളോട് കൂടി നിന്നപ്പോ എന്ത് ചെയ്തു? ഭഗവാൻ നോക്കി തന്റെ മുമ്പില് നിറകണ്ണുകളോടുകൂടി തൊഴുകൈകളോടുകൂടി താൻ എന്തിനാണോ ഇവിടെ വന്നത്, ആര് വിളിച്ചിട്ടാണോ വന്നത്, ആ ആളിതാണോ വന്നേക്ക് എന്ത് ചെയ്തു? ഇങ്ങനെ അങ്ങോട്ട് എടുത്തിങ്ങനെ മടിയിലോട്ട് വെച്ചിട്ട് തന്നെ നെച്ചോട് അങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിനക്ക് എന്ത് വരവാണ് ഞാൻ നൽകേണ്ടത്? നീ കാരണം നിന്റെ കുലങ്ങൾ മുഴുവൻ ശുദ്ധരായി എന്നാണ്. നിന്റെ കുടുംബം മുഴുവൻ ശുദ്ധരായി, നിനക്ക് ഇനി എന്ത് വര ഞാൻ നൽകണമെന്ന് ചോദിച്ചപ്പോ ആ പ്രഹ്ലാദൻ പറഞ്ഞു, ഭഗവാനെ എനിക്ക് ഒരു വരവും വേണ്ട, പിന്നെന്ത് വേണം? നീ ഭഗവാനെ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കാൻ മാത്രം അനുവദിച്ചാൽ മതി, വേറെ എനിക്കൊന്നും വേണ്ട. ഇതിനപ്പുറത്ത് വേണം. ഒന്ന് വിളിച്ചപ്പോൾ തന്നെ ഇതാ 14 ലോകങ്ങൾ പോലും ഒന്ന് കിടങ്ങിപ്പോയി. അത്രമാത്രം വിഭത്സ രൂപത്തോടു കൂടി ഭഗവാൻ ഇങ്ങനെ അവതരിച്ച് മുമ്പിൽ നിൽക്കുന്നതിനപ്പുറത്ത് താൻ വിളിച്ചാൽ ഭഗവാൻ ഇറങ്ങി വരുമെങ്കിൽ അതിനപ്പുറത്ത് ഇനി നമുക്ക് വേറെ വല്ലതും വേണം. എന്തിനാ ഭഗവാൻ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുക. ബ്രഹ്മാവും പരമേശ്വരനും അങ്ങനെ തുടങ്ങിയ അഗ്നിയും അഷ്ടദിക്പാലകരും തുടങ്ങിയിട്ടുള്ളവരെല്ലാം ഇങ്ങനെ നിന്നോട്ടിങ്ങനെ നിൽക്കുക. ഇതിനപ്പുറത്തൊരു ഭാഗ്യം വേണോ? ആര് വിളിച്ചിട്ടാ? പ്രഹ്ലാദൻ വിളിച്ചിട്ടാണ്. എന്റെ ഒരു വിളിക്ക് ഭഗവാൻ ഇവിടെ ഇറങ്ങി വന്നെങ്കിൽ ഇത് ഇങ്ങനെ നിലനിന്ന് പോകാൻ മതി ഭഗവാനെ എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? ഭഗവാൻ ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇങ്ങനെ ആ ദീക്ഷ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന സടയിലോട്ട് ഇങ്ങനെ ഭഗവാൻ എന്ത് ചെയ്ത പ്രഹ്ലാദനെ നെഞ്ചോട് ചേർന്ന് ഇങ്ങനെ പിടിച്ചിട്ട് നിനക്ക് എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു അനുഗ്രഹിച്ചു. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്. നമ്മുടെ പ്രാർത്ഥന, നമ്മളൊന്ന് വിളിച്ചാൽ, അല്ലേ, നമ്മളൊന്ന് വിളിച്ചാൽ ഓടി വരാൻ ഒരാളുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? നമ്മളോട് അത്രമാത്രം സ്നേഹമുണ്ട്, ഇല്ലേ? നമ്മളോട് അത്രമാത്രം ആത്മാർത്ഥമായിരിക്കുന്ന സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അവസ്ഥയാണ് പ്രഹ്ലാദന്. അപ്പൊ ഇത് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതത്തില് എപ്പോഴും ഈ ഭഗവത് അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്കത് മനസ്സിലാകുന്നതായിരിക്കും. നമുക്കതെപ്പോഴും അത് മനസ്സിലാകുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇല്ലെങ്കിൽ ഇതൊന്നും കൊണ്ടൊരു കാര്യമില്ലേ? നല്ല ഭക്ഷണം രാവിലെ അങ്ങോട്ട് ഉണ്ടാക്കിയൊക്കെ കൊണ്ട് നല്ലൊരു 4 ഇഡലിയൊക്കെ എടുത്ത് വെച്ച് ചമ്മന്തിയൊക്കെ കൊണ്ട് ഒഴിച്ച് സാമ്പാറിലൊക്കെ ഒഴിച്ച് ഒരു സൈഡിൽ ഇച്ചിരി മിക്സറൊക്കെ അങ്ങോട്ട് അതിന്റെ സൈഡിലോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. പക്ഷെ എന്ത് ചെയ്യും? നമ്മുടെ മനസ്സിനൊരു സുഖമില്ല. ഭക്ഷണമൊക്കെ എടുത്തു വെച്ചു, നല്ല ചൂട് ഇഡലി സാമ്പാർ ചമ്മന്തിയൊക്കെ എടുത്തു വെച്ചു, പക്ഷെ എന്നാലും നമുക്കൊരു മനസ്സിനൊരു സന്തോഷമില്ലാത്തത് കൊണ്ട് എത്ര വിശപ്പുണ്ടെങ്കിലും കഴിക്കാൻ പറ്റുമോ? ഇല്ല. വിശപ്പ് നല്ല പോലെ ഉണ്ട്, പക്ഷെ എങ്കിലും നമ്മുടെ മനസ്സങ്ങോട്ട് സ്വസ്ഥമല്ലാത്തത് കൊണ്ട് നമുക്ക് കഴിക്കാൻ സാധിക്കില്ല. ഈ അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തില് പലതും നമുക്ക് ഗുണകരമായി മാറാത്തതിന്റെ ഒരു കാരണം അതാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്നും നമ്മളെ കുറെ കൂടി മാറ്റത്തിലേക്ക് കൊണ്ടുവരുന്നവരാണ് ഭഗവാൻ കൃഷ്ണൻ. അപ്പൊ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നു? ഉത്തമമായിരിക്കുന്ന ഭക്തിയിലേക്ക് നമുക്ക് ചെന്നെത്താൻ കഴിയും.
കഴിയണം. അത് തന്നെയല്ല, ആ ഭക്തി എന്ന് പറയുന്നത് നമുക്ക് ഒരു അനുഭവമാണ്. നമുക്കത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും വലിയ മന്ത്രങ്ങളൊക്കെ, ഒത്തിരി വലിയ മന്ത്രങ്ങളൊക്കെ നമ്മൾ ജപിച്ചാൽ എല്ലാ ഭഗവാന്മാരും പ്രത്യക്ഷമാകുന്നൊന്നുമല്ല. ഈ മന്ത്രങ്ങളൊക്കെ അതിന്റെ ഒരു ഭാഗം എന്നുള്ളത് അല്ലേ? യഥാർത്ഥമായിരിക്കുന്ന ആ സ്നേഹത്തെ, ആ യഥാർത്ഥമായിരിക്കുന്ന ഭക്തിയെ അത് മനസ്സിലാക്കി എടുക്കുവാൻ ഭഗവാന് നന്നായിട്ട് സാധിക്കും. ഭഗവാന്റെ മുമ്പിൽ പിന്നെ എന്താണ്, ഒരു മറയൊന്നുമില്ലല്ലോ. സ്കാൻ ചെയ്താണ് നമ്മളെ അകത്തോട്ടില്ല അല്ലേ? ഫുൾ സ്കാൻ ചെയ്താണ് വരുന്നത്. അപ്പൊ പിന്നെ നമുക്ക് ഈ ഭഗവാൻ ഇതൊന്നും മനസ്സിലാക്കാൻ വലിയ താമസമൊന്നുമില്ല. പക്ഷെ എവിടെയെങ്കിലും നമ്മൾ ഒളിപ്പിച്ചിട്ടുള്ള ഒരു കരടെങ്കിലും നമ്മുടെ ഭക്തിയുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നമ്മളെ അങ്ങോട്ട് മാറ്റി നിർത്തും. ഒന്നുകൂടെ പോയിട്ട് വരാം അല്ലെ? എയർപോർട്ടിൽ പറയത്തില്ലേ, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് പോയിട്ട് വരാം. അപ്പൊ നമ്മൾ ഒന്നുകൂടെ ഒന്ന് പോയിട്ട് വരുമ്പോ വീണ്ടും കീക്കി അടിക്കുമ്പോൾ പറയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് പോയിട്ട് വരാം. അപ്പൊ പിന്നെ ഓരോന്നോരോന്ന് ചെയ്യുന്നത് പോലെ നമ്മളിൽ യഥാർത്ഥമായിരിക്കുന്ന ഭക്തിയെ നമുക്ക് മനസ്സിലാക്കി. അപ്പൊ അതിന് ഈ പറയുന്ന ഗർഗഭാഗവതം അതിന്റെ ഒരു ഭാഗം, അതിനൊരു ഭക്തിയുടെ ഒരാളും ആ ആളുകളുടെ കൂടെ നമ്മളത് കുറച്ചു നേരം നമ്മളെ കൊണ്ടുപോവുകയാണ്. അത് ഭാഗവതമാണേലും രാമായണമാണേലും ഇതെല്ലാം നമുക്ക് നൽകുന്ന ചില നിർദ്ദേശങ്ങളാണ്. ഈ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് നമ്മൾ തന്നെ ചിന്തിക്കും, അങ്ങനെ വേണോ, അങ്ങനെ വേണ്ടേ? ഇത് വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒന്നും നിർബന്ധങ്ങളില്ല. ഇങ്ങനെ വേണം, ശിവനെ പൂജിക്കണം, ശിവനെ പൂജിച്ചു. അതല്ല, ഞാൻ വിഷ്ണുവിനെ പൂജിക്കത്തുള്ളൂ, നീ എന്നാ വിഷ്ണുവിനെ പൂജിച്ചു. അതുകൊണ്ട് ശിവൻ മോശക്കാരനാണ്? അല്ല. വിഷ്ണു മോശക്കാരനാണ്? അല്ല. എന്നാ ഭഗവതിയെ പൂജിക്കണം, എന്നാ ഭഗവതിയെ പൂജിച്ചു. അല്ലെങ്കിൽ ഞാൻ ആഹാരത്തെ പൂജിക്കും, എന്നാ നീ എന്റെ പൂർണ്ണേശ്വരിയെ പൂജിച്ചു. ഞാൻ വിദ്യയെ പൂജിക്കും, എന്നാ ദക്ഷിണാമൂർത്തിയെ പൂജിച്ചു. എല്ലാത്തിനും ദൈവീകതയിലൂടെ നമ്മളെ കൊണ്ടുപോയ ഒരു സംസ്കാരം. അതുകൊണ്ടാണ് സനാതന സംസ്കാരമായിട്ട് ഇന്നും നിലനിൽക്കുന്നത്. എന്താണ്? എല്ലാത്തിനും ഒരു സ്നേഹവും ബഹുമാനവും ആദരവും കൊടുത്തു ഇല്ലേ? എന്തിനേയും ഒരു അട്ട ഇല്ലേ? നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഇവിടൊക്കെ ഉണ്ടോ അട്ടയില്ല? ഉണ്ടോ? ഇല്ല. ഇല്ല. എന്നാലും നമുക്കൊക്കെ അറിയാം, അട്ടയെ പോലും ഈശ്വരനായി കണ്ടോ? അട്ട കയ്യിൽ കൊണ്ടുനടക്കുന്ന ഈശ്വരന്റെ പേര് പറയും. നമ്മുടെ അട്ടയില്ലേ, അട്ട ഇങ്ങനെ കൈ കൊണ്ട് നടക്കുന്ന ഈശ്വരൻ. അട്ട ഇങ്ങനെ കൈ പിടിച്ചേക്കോ പറയാം. പരീക്ഷ എഴുതാതെ നമ്മൾ ഓർമ്മ, പരീക്ഷ എഴുതിയേ പറ്റൂ. പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഏതാ പറയാം, അയ്യോ ഈ ഭഗവാൻ എനിക്കറിയാമെന്നല്ലോ. ഇവിടുത്തെ ഭഗവാനാവാം, മഹാവിഷ്ണുവിനാവാം. ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കാം, ശരിയാവുകയാണെങ്കിൽ. ഹരിച്ചേട്ടന്റെ ഈ നാക്കില്ലായിരുന്നെങ്കിൽ പറയാം. അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ എന്ന് പ്രാർത്ഥിക്കുക. അതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു, അത് ഞാൻ പിന്നീട്ടാണ്. ഓം നമോ ഭഗവതേ എന്നൊരു 4 അക്ഷരമുണ്ട്. അത് കഴിഞ്ഞിട്ട് അമൃതകലശഹസ്തായ സർവാമയ വിനാശായ. സർവാമയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രോഗങ്ങളൊക്കെ മാറ്റുന്നത്, സർവ്വ രോഗങ്ങൾ മാറ്റുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ധന്വന്തരി, അതാ ധന്വന്തരി മൂർത്തിയുടെ കയ്യിലിരിക്കുന്ന എന്താണ്? ഒരു കയ്യില് അട്ടയ, ജളുകം. ശ്രദ്ധിച്ചു നോക്കിയ ധന്വന്തരി മൂർത്തിയുടെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് നോക്കണം. നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ ഭഗവാന്മാരെ ആരും ശ്രദ്ധിക്കത്തില്ല, നോക്കത്തില്ല അല്ലേ? എല്ലാവരുടെ മുഖത്തോട്ട് നമ്മൾ ഇങ്ങനെ നോക്കും, പക്ഷെ അവരുടെ രൂപഭാവങ്ങളെ നമ്മൾ മുഴുവൻ ഇങ്ങനെ സ്കാൻ ചെയ്തെടുത്ത് അതിന്റെ പ്രിന്റ് നമ്മുടെ മനസ്സിൽ കിടക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കെടുത്ത് ഇങ്ങനെ അവരുടെ ഓരോരോരോ ഭാഗങ്ങൾക്കും ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. അപ്പൊ ഈ ധന്വന്തരി മൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് എന്താണ്? കയ്യില് അമൃതകലശവുമായി നിൽക്കുന്ന
ജലോകം എന്ന് പറയുന്ന അട്ട, അതായത് ആയുർവേദത്തിലെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ് അട്ട, ഇല്ലേ? രക്തദൂഷ്യം എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന രക്തദൂഷ്യത്തിന് ഈ അട്ടയെ കൊണ്ടുവന്ന് നമ്മൾ വെള്ളത്തോട്ട് ഇപ്പോഴും ഉണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ട്രീറ്റ്മെന്റ്. അപ്പൊ ആ അസുഖമൊക്കെ മോശമായ രക്തം എന്ത് ചെയ്യും? ഈ അട്ട കഴിച്ചിട്ട് അട്ട സ്വയം നശിച്ചു പോകും, അത് മരിച്ചു പോകും. എന്നിട്ടാണ് മരുന്ന് കൊടുക്കുന്നത്. ആ മരുന്നൊക്കെ കൊടുക്കുന്നതാണ് അമൃതായിട്ട് പറയുന്നത്. ഓം നമോ ഭഗവതേ ധന്വന്തരേ അമൃത കലശഹസ്തായ സർവാമയ വിനാശായ, സർവാമയങ്ങളും രോഗങ്ങളും മാറിക്കൊണ്ട് സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ എന്ന് പറയുന്നത്. അപ്പൊ ഈശ്വരനെ എല്ലാത്തിലും നമുക്ക് ഈശ്വരീയത്വം നമ്മുടെ സംസ്കാരം നൽകി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് നമ്മൾ 33 കോടി ദേവതകൾ നമുക്കുണ്ടെന്ന് പറയുന്നത്. നമുക്ക് 33 കോടി ദേവതകൾ പോരാ ശരിക്കും പറഞ്ഞു. ഇനിയും വേണം കുറച്ച് ദേവതകൾ, ഇല്ലേ? ഇനി നമുക്ക് അന്നുണ്ടായിരുന്നതിനെല്ലാത്തിനും ദൈവികത കൊടുത്തു. ഇനിയും പുതിയതായിട്ടുണ്ടായ മൊബൈലിനൊക്കെ ദേവതകൾ വന്നിട്ടുണ്ടോ? ഇല്ല. ഇനിയിപ്പോ മൊബൈലിന് TV-ക്കൊക്കെ വേണം ദേവത, ബാക്കി എല്ലാത്തിനും ഇല്ലേ? പണ്ടുണ്ടായിരുന്ന എല്ലാത്തിനും ഉണ്ട് പിന്നെ ദേവതകൾ. ആഹാരത്തിനുണ്ട്, ഇല്ലേ? ആഹാരത്തിന്റെ ദേവത ഏതാണ്? അന്നപൂർണേശ്വരി. അത് ജനിച്ചാൽ നമ്മൾ രാവിലെ ആഹാരം ഉണ്ടാക്കില്ല. അന്നപൂർണേ സദാപൂർണേ, പിന്നെ എന്താ? ശങ്കരപ്രാണ വല്ലഭേ ജ്ഞാന വൈരാഗ്യ സിദ്ധിയാർത്ഥം ഭിക്ഷാദേഹീച്ച പാർവതി. നിദ്രയ്ക്ക്, ഉറക്കത്തിന്. ഇന്നലെ നമുക്കിവിടെ പ്രഭാഷണം എന്തുകൊണ്ടിരുന്നപ്പോ ഉറങ്ങി 5 പേരുണ്ട്. 5 പേര് ഉറങ്ങി. ഞാൻ എണ്ണി. നമ്മളിവിടെ വലിയ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന് പറയുന്നത് 1 കിലോ, 2 കിലോ, 4 കിലോ, 5 കിലോ വരെ തൂക്കിയുണ്ട്, അല്ലേ? എന്താണ് ഒന്ന് പകലെല്ലാം അത് രാവിലെ എഴുന്നേറ്റ് ജോലിക്കൊക്കെ പോയി. പിന്നെ പ്രായത്തിന്റെ ചെറിയ ഇപ്പൊ എന്റെ അമ്മയൊക്കെ ആണെങ്കിലും അതാണ് ചിലപ്പോൾ ചിലപ്പോൾ ഉറങ്ങിപ്പോകും. അത് നമ്മളെ കൊച്ചാക്കിയതോ കളിയാക്കിയതൊന്നുമല്ല. അതിന് പോലും ആരുണ്ട്? ദേവതയുണ്ടെന്ന്. ഇതാണ് നിദ്രാ ഭഗവതി എന്ന് പറയുന്നത്. ദക്ഷിണയ്ക്കുണ്ടൊരു ദേവി, ദക്ഷിണാദേവി എന്ന് പറയുന്നത്. അതിന് എല്ലാ ദക്ഷിണയൊക്കെ കൊടുത്ത് നമ്മൾ വിചാരിക്കും അവർക്ക് പൈസ കേട്ടിട്ടാണെന്ന്. പക്ഷെ അതല്ല, അതിനുമുണ്ട് ഒരു സങ്കല്പത. ദക്ഷിണാദേവി എന്ന് പറയും. ദക്ഷിണയ്ക്ക് നമ്മൾ പറയും ദക്ഷിണ എന്ന് ചോദിച്ചു മേടിക്കരുത്. പക്ഷെ ദക്ഷിണക്ക് ഒരു വ്യവസ്ഥയുണ്ടെന്നാണ് അത് പറയുന്നത്. പറയും ഞങ്ങൾ മനഃപൂർവ്വം പറയുന്നത്, അതുകൊണ്ട് പറയുന്നില്ല, അതുകൊണ്ട് വിശദമായിട്ട് പറയുന്നില്ല. അതെപ്പോഴെങ്കിലും ദേവീഭാഗവതമായിരിക്കുമ്പോൾ ശ്രദ്ധിച്ചാലറിയാം. അതങ്ങനെ പറയും ദക്ഷിണാദേവി. എല്ലാത്തിനും നമ്മുടെ സങ്കല്പ തലങ്ങൾക്ക് എല്ലാത്തിലുമുണ്ട് ഒരു ദൈവീകമായിരിക്കുന്ന അവസ്ഥ. ആ ദൈവീകതയാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ടാണ് സ്ത്രീയെ പോലും ദേവിയായിട്ടുള്ളത്. ഏതെല്ലാം എത്രയോ തരത്തിലുള്ള ദേവിയായിട്ടുള്ളത്, ഇല്ലേ? ചില സ്ഥലങ്ങളിൽ ആരാണ് ദേവി? ദുർഗയാണ്. ചില സ്ഥലങ്ങളിൽ ആരാണ്? അല്ല, ആദ്യം സരസ്വതിയാണ്, പിന്നെ ലക്ഷ്മിയാണ്, പിന്നെ ആരായി വരും? ഭദ്രകാളിയായിട്ട്. ഭദ്രകാളിയാവത്തിന് ഭദ്രയായിട്ട്. എന്തുകൊണ്ടാണ് ഭദ്രകാളി എന്ന് പറയുന്നത്? ഭദ്രത നൽകുന്നവരെ. നമ്മൾ ഈ പറയുന്ന പോലെ നാക്ക് നീട്ടി അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ഭദ്രകാളി. പക്ഷെ ഇവിടുത്തെ യഥാർത്ഥ ദേവി എന്ന് പറയുന്നത് എന്താണ്? ഇതൊന്നും ഈ ഹൂസ്റ്റണിലുള്ളവരെ പറ്റിയല്ല, ഞങ്ങളുടെ പന്തളത്തും ഉള്ളവരല്ല, പിന്നെ ഇവിടെ ദൂരെയുള്ള ചില സ്ഥലങ്ങളുള്ളവർ. അപ്പോൾ എന്താണ്? ഭദ്രതയെ നൽകുന്ന, അതായത് സംരക്ഷണത്തെ നൽകുന്ന, സുരക്ഷിതത്വത്തെ നൽകുന്ന ആളാണ് ആര്? ഭഗവാൻ. അതുകൊണ്ടാണ് ഭദ്രകാളി 2 വിധമാണ്. ഇതൊക്കെയാണ് ശിവന്റെ മകളായിരിക്കുന്ന ഭദ്രകാളി, പിന്നെ പാർവതി തന്നെ ഭദ്രകാളി, ശിവയും ശിവസുതയും ആയിരിക്കുന്ന 2 ഭദ്രകാളി. ഇവിടെ ഭദ്രകാളിയുടെ ഇഷ്ടമല്ലേ? കാളിമേഘ സമപ്രഭ, കാർമേഘത്തിന് നിറമുള്ളവളാണ്, ത്രിനയനം 3 കണ്ണുകൾ ഉള്ളവളാണ്, വേതാള കണ്ഠസ്ഥിത, വേതാളത്തിന്റെ കണ്ഠത്തിലിരിക്കുന്ന ആളാണ്, ഖഡ്ഗം, ഖേദം, കപാലം, ദാരികന്റെ ശിരസ്. ആ കൈക്കകത്ത് 4 കൈക്കകത്ത് നോക്കണം എന്തൊക്കെ ഇരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം ഭഗവതിയുടെ കയ്യിൽ എന്തൊക്കെയായിരിക്കുന്നത്. ആ ഖഡ്ഗം, ഖേദം, കപാലം, ദാരിക ശിരസ് കൃത്വ കരാഗ്രേഷിത ഭൂതപ്രേത പിശാചു മാതൃസഹിത. ഭൂതങ്ങളുടെയും പ്രേതങ്ങളുടെയും പിശാചുക്കളുടെയും മാതാവായിരിക്കുന്നവളും ഭൂതപ്രേത പിശാചു മാതൃസഹിതം മുണ്ടസൃജാലങ്കൃത തലയോട്ടികൾ കൊണ്ടുള്ള മാലകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്.
പറയുന്നുണ്ട്, വന്ദേ ദുഷ്ടമസൂരികാതിരൂപ, ദുഷ്ടയായിരിക്കുന്ന മസൂരി എന്ന് പറയുന്ന ഒരു ഭഗവതി, അങ്ങനെ ഒരു ദേവിയുണ്ട്. നമ്മൾ പണ്ട് കാലത്ത് ഒരു വസൂരി എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ചിക്കൻ ബോക്സ്, അതിന്റെ പണ്ട് ഒരു വസൂരിയാണ്. അതെന്ന് പറയുന്നത് ഒരു ഭഗവതിയാണ്, വസൂരിമാല. പല ക്ഷേത്രങ്ങളിലൊക്കെ അതിന്റെ പ്രതിഷ്ഠയുണ്ട്. ഞങ്ങളുടെ അടുത്ത് ഓമല്ലൂർ എന്ന് പറയുന്ന സ്ഥലം, ഓമല്ലൂർ ക്ഷേത്രത്തിലെ വസൂരിമാലയുടെ ക്ഷേത്രമുണ്ട്. ചില വലിയ പഴയ ക്ഷേത്രങ്ങളിലൊക്കെ വസൂരിമാലയുടെ ദേവതയുണ്ട്. അപ്പൊ അവിടെ വസൂരി എന്ന് പറയുന്നത്, മസൂരി എന്നാണ് ഭഗവതിയെ പറയുന്നത്, മസൂരിമാല എന്ന്. ആ മസൂരി എന്ന് പറയുന്ന ഭഗവതിയുടെ അതൊരു യുദ്ധത്തിനകത്തില് ഉണ്ടായ ഒരു പ്രശ്നമാണ്. ശരീരം മുഴുവൻ വസൂരിക്കല ഭദ്രകാളിക്ക് ബാധിച്ചു. അത് മാറ്റാനായിട്ട് ഖണ്ഡാകർണൻ എത്തിയെന്നാണ്. നാക്കുകൊണ്ട് അതെല്ലാം തൂത്തുമാറ്റി എന്നാണ്. മുഖത്തെ മാത്രമേ ഉള്ളൂ മാറ്റാതെ. അപ്പൊ അങ്ങനെ ചെയ്തു, ഭഗവതിയുടെ മുഖത്ത് ആ വസൂരി കലകൾ ഇങ്ങനെ ഭദ്രകാളിയുടെ മുഖത്തുണ്ടെന്നാണ്. ദുഷ്ടയായ വസൂരി ദേവിയെ മുഖത്ത് കൊണ്ടു നടക്കുന്നവളായിട്ടുള്ള ഭദ്രകാളിയെ ഞാനിതാ നമസ്കരിക്കുന്നു. അതാണ് ഭദ്രകാളിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നേണ്ട സങ്കല്പം. എന്നിട്ട് എന്ത് ചെയ്യും? ആ ദേവിയോട് നമ്മൾ എന്താ പറയും? കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ, കുലം ച കുലധർമ്മം ച മാം ച പാലയ. എന്റെ കുലത്തെയും എന്റെ കുലധർമ്മത്തെയും എന്നെയും പാലിക്കണം. മാം ച പാലയ. അതാണ് നമ്മൾ അങ്ങനെയാണ് ഓരോ ദേവതകളുടെയും മുമ്പിൽ ചെന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ ദേവതയുടെ സ്വരൂപം നമ്മുടെ മനസ്സിൽ, ആ ദേവതയുടെ രൂപം മനസ്സിൽ വന്നു കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? നമുക്ക് ആ ദേവതയോട് പ്രാർത്ഥിക്കാൻ. എന്താണ്? എനിക്ക് അത് തരണം ഇത് തരണം ഒന്നും പറയണ്ട. നമുക്ക് വേണ്ടത് എന്താണ്? കുലത്തെയും നമ്മുടെ കുലധർമ്മത്തെയും എന്നെയും ഭഗവതി പരിപാലിക്കപ്പെടണം, എന്നെ പരിപാലിക്കപ്പെടണം. എനിക്ക് ആവശ്യമുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ടാണ് നമുക്ക് ആവശ്യമുള്ളതാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് വേണ്ടതാണ്. നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് ഒരമ്മയ്ക്ക് കുഞ്ഞിന് വേണ്ടത് എന്താണെന്ന് അറിയാവുന്നത് പോലെ ഭഗവതി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി നമ്മളെ അനുഗ്രഹിക്കണം എന്ന് പറയും. അപ്പൊ അങ്ങനെ പ്രാർത്ഥനയിലേക്ക് നമ്മളെ എത്തുന്നതാകണം നമ്മുടെ വിശ്വാസം. അപ്പൊ ഇത് പറയാൻ കാരണം ഇവിടുത്തെ ഈ വിഷയവും അത് തന്നെയാണ്. യഥാർത്ഥമായിരിക്കുന്ന ഭക്തി. ഭക്തി എന്ന് പറയുന്നത് പ്രാർത്ഥനകൾ മാത്രമല്ല, നമ്മളുടെ വിശ്വാസവും. ഈ വിശ്വാസവും കൂടി നന്നായിട്ട് നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് അത് അനുഭവവേദ്യമാകുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ചില സിനിമകൾ കാണുന്ന പോലെ സിനിമയെല്ലാം മൊത്തം കണ്ട് കഴിഞ്ഞിട്ട് എന്തോ കഥയെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല, നമുക്കത് മനസ്സിലാവാത്തത് അതുകൊണ്ടാണ്. വിശ്വാസമില്ലാതെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് പലപ്പോഴും അത് ഒരു പൂർണ്ണതയിലേക്ക് എത്താത്തതിന്റെ കാരണം അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവാം. അപ്പൊ അത് ഉണ്ടാകാതിരിക്കണം എന്ത് വേണം? നമ്മളുടെ ഉറച്ച വിശ്വാസത്തെ നമുക്ക് വേണം. ഏതിനെയാണോ അതിനെ നന്നായി നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസമാണ് ഏറ്റവും വലിയ ബലം. വിശ്വാസമാണ് എല്ലാം എന്നൊക്കെ പറയുന്നില്ലേ, പരസ്യത്തിൽ പറയുന്നത് വിശ്വാസമാണ് ഇല്ല എന്ന് പറഞ്ഞ ആ വിശ്വാസം ഇല്ലാതെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്തോ അതിന്റെ ഫലം അതേ ഉണ്ടാകുള്ളൂ. യദ്ഭാവോ തദ്ഭവതി. എന്താണോ ചിന്തിക്കുന്നത്, ഏത് വിധത്തിലാണോ നമ്മൾ ചിന്തിക്കുന്നത്, അതായിട്ട് നമ്മൾ മാറപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സങ്കല്പ തലത്തിൽ നിന്നുമാണ് നമ്മൾ ഗർഗഭാഗവതത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ഗർഗമുനി നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് യഥാർത്ഥമായിരിക്കുന്ന ഭക്തി. ആ യഥാർത്ഥമായിരിക്കുന്ന ഭക്തി എന്ന് പറയുന്നത് പ്രാർത്ഥനയൊന്നുമല്ല, യഥാർത്ഥമായ സ്നേഹം. ആ സ്നേഹം അതിനകത്തിലൊരു സത്യസന്ധതയുണ്ട്. പലപ്പോഴും നമ്മളിൽ സ്നേഹത്തിൽ സത്യസന്ധത നമുക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മളുടെ സഹോദരൻ അല്ലെങ്കിൽ നമ്മളുടെ സഹോദരി എന്ന് പറയുന്ന അല്ലെങ്കിൽ സഹോദരൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു ഉദരത്തിൽ നിന്ന് വന്നതാണ് അല്ലേ? ഒരുമിച്ച് കളിച്ച് വളർന്നതാണ്. ആ സഹോദരിയുടെ അല്ലെങ്കിൽ സഹോദരന്റെ മകന്റെ കല്യാണത്തിന് നമ്മളെ വിളിച്ചില്ലേ, നമ്മൾ പോകുമോ ഇല്ലേ? പോകുമോ ഇല്ലേ? പോകും. ഭഗവാന്റെ മുമ്പിൽ ഇരുന്നാ പറയുന്നത്, ചുമ്മാതാണ് ഇതൊക്കെ. ഈ പറയുന്നതൊന്നോ അല്ല, നിന്നോട് പറയും. വിളിച്ചില്ല, പോവും. പോകേണ്ടതാണ്, പക്ഷെ ഞങ്ങൾ പോകുന്നത് ഇല്ലേ? അതാണ് ഇല്ലേ? പോകേണ്ടതാണ് ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അറിയാം
പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ കല്യാണത്തിനൊക്കെ വിളിക്കാൻ ചെല്ലുമ്പോൾ നമ്മളാണെങ്കിലും ഒരാളെ വിളിക്കണമെന്നൊക്കെ വിചാരിച്ച് മറന്നൊക്കെ പോകുന്നവർ അല്ലേ. ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ടാണെങ്കിൽ നമ്മൾ വിട്ടുപോകാം. അത് സ്വയം മനസ്സിലാക്കുന്നവരാണ്. മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളവിടെ ചെല്ലുമ്പോഴാണ് യഥാർത്ഥം നമുക്ക് സത്യസന്ധമായിരിക്കുന്ന ആ വിശ്വാസമാണ് അല്ലെങ്കിൽ സ്നേഹമാണ് ഉള്ളത്. പക്ഷെ അവർക്ക് എന്തുണ്ടോ എന്നുള്ളതല്ല, അവർ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്താൽ പിന്നെ അവരും നമ്മളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് ഇല്ല. നമുക്ക് നമ്മളുടേതായിരിക്കുന്ന വ്യത്യാസമുള്ളത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ പ്രവൃത്തിയിലാണ് ഇല്ലേ. അപ്പൊ അതെന്ത് വിളിച്ചാൽ പോകേണ്ടതാണ്. അത് ഞങ്ങൾ പോകും. പിന്നെ ഇത്രയും പേരെ വിളിക്കാൻ എന്നെ മാത്രം എന്താ വിളിക്കേണ്ടതാണോ? നമ്മളെ യഥാർത്ഥത്തിൽ നമ്മളെ വിളിക്കേണ്ടതാണോ? അല്ല, നമ്മളത് അതിനനുസരിച്ച് ചെയ്തു കൊടുക്കണം അല്ലേ. ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മുടേതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് ആ ബന്ധത്തിനൊരു ബലമുണ്ടാകും അല്ലേ. ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ എഴുതി വെക്കാനൊക്കെ നല്ല രസമാണ്, ഇത് വായിക്കാൻ അതിനേക്കാൾ രസമാണ്, പറയുന്നതിന് അതിനേക്കാളും രസമാണ്. 30 വർഷമായിട്ട് അപ്പുറവും ഇപ്പുറവും താമസിക്കുമ്പോൾ മിണ്ടാത്ത സഹോദരങ്ങളില്ല. ഇനി ഗർഗമുനി നേരിട്ട് ചെന്നാലും ഒരു രക്ഷയില്ല. ഭഗവാൻ നേരിട്ട് ഇറങ്ങി വന്നാലും ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ എന്തോ നേടും. നമ്മുടെ ഒരു സ്തോത്രം ഇതുവരെ നമ്മൾ ഗർഭഭാഗത്ത് കയറിയില്ല. എന്നാൽ ഈ ഒരു സ്തോത്രത്തില് പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ അവസ്ഥ പറയുന്ന ഒരു സ്തോത്രം. അതെന്താണെന്നുള്ളത് ലാസ്റ്റ് പറയാം. സ്തോത്രം നമ്മൾ ഇങ്ങനെ ജനിച്ചു ഇങ്ങനെ വളർന്നു പോകുമ്പോൾ ഒരു 2 പേരുണ്ട്. ഈ 2 പേരിലേക്ക് വന്നിട്ടുണ്ടല്ലോ. ഒരാൾ നേരെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് വരും, ഒരാൾ പുറത്ത് വന്നിരിക്കും നമ്മുടെ ശരീരത്തിന് പുറത്ത്. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയാം? ഈ പുറത്ത് വന്നിരിക്കുന്ന ആള് ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണിക്കും. അകത്ത് വന്നിരിക്കുന്ന ആളുണ്ടല്ലോ ചിരിയുടെ കൃഷ്ണനാണ്, അകത്തിരുന്നുകൊണ്ട് നമ്മുടെ ശരീരമൊക്കെ തിന്നുക. അപ്പൊ നല്ല ചുമന്ന തുടുത്തൊക്കെ ഇരുന്ന എന്നെ പോലൊക്കെ ചുമന്ന് തൊടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ അകത്തിരിക്കുന്ന മാംസങ്ങളൊക്കെ അത് ആദ്യം തിന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം? നമ്മുടെ സന്ധികളിൽ വേദന ഉണ്ടായിട്ടില്ല ഇല്ലേ. സന്ധികളിലൊക്കെ കൈയൊക്കെ എന്ത് നന്നായിട്ടിരുന്ന കൈയ്യെ നൽകുമ്പോൾ നോക്കണമെങ്കിൽ ഭയങ്കര പ്രയാസം. സന്ധികളിലൊക്കെ വേദന ഉണ്ടാകും. എന്നിട്ട് എന്ത് ചെയ്യും? 3 രോഗങ്ങൾ വരും: വാതം, പിത്തം, കഫം. ഈ 3 രോഗങ്ങളും വരും. എന്നിട്ടോ നേരത്തേക്കാണെങ്കിൽ 2 ചവിട്ടടി, നേരത്തേക്ക് നമ്മൾ ഒറ്റ ഓട്ടത്തിൽ അവിടെ ചെയ്തു. ഇപ്പൊ 2 ചവിട്ടടി നടന്നു കഴിയുമ്പോൾ ശ്വാസവേഗം മാറി. ആരെന്നറിയോ? ഈ 2 പേരകത്ത് കഴിയും. അവരുടെ പേരെന്താ പറയുക? ജരയെന്നും നരയെന്നും പറയും. ജരയെന്നും നരയെന്നും. ജരയാണ് എന്ത് ചെയ്യുന്നത്? അകത്തുള്ളത്. നര എവിടെയിരിക്കും? പുറത്തിരിക്കും. നമ്മൾ അന്നേരം എന്ത് ചെയ്യുക? 5 രൂപയുടെ നാട്ടിലേക്കാണെങ്കിൽ 5 രൂപ കൊടുത്താൽ സിസോ എന്ന് പറഞ്ഞൊരു പാക്കറ്റ് കിട്ടും. അത് മേടിച്ച് ആരും കാണാതെ രാത്രി ഇരുന്ന് എന്ത് ചെയ്യും? കലക്കി ഇങ്ങനെ കൃത്യമായിട്ട് തേച്ച് റെഡിയാക്കി. നമുക്കറിയാം ഇതൊക്കെ. എന്നാലും നമുക്കൊരു തൃപ്തി. നമ്മൾ നോക്കും. അവസാനം എണ്ണാണ് ഒരെണ്ണം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്ത് നമ്മൾ ദൂരെ കൊണ്ട് കളയുകയും ചെയ്യും ഇല്ലേ. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ നരയൊക്കെ നമ്മൾ മാറ്റിയിട്ട് നമ്മൾ വന്ന് നമുക്ക് അങ്ങനൊന്നും കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് എപ്പോഴും നല്ല പോലെ ഇരിക്കുക. എന്തുവേണം പറഞ്ഞോട്ടെ. അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മളിങ്ങനെ വന്ന് ഈ ശ്വാസവേഗങ്ങളൊക്കെ മാറിയിട്ടൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഉണർന്നു, കണ്ണൊക്കെ തുറന്നു. എന്നാൽ എഴുന്നേക്കാന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ മനസ്സ് പറഞ്ഞു എഴുന്നേക്കാം. മനസ്സ് പറയണ്ടോ? നമ്മൾ ഉറങ്ങുമ്പം ശരീരം വന്ന് ഉറങ്ങുന്നത് മനസ്സാണ്. രണ്ടുമാണ്. ശരീരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴേ നമുക്ക് ഇഷ്ടമല്ലാത്തവർ നമ്മുടെ അടുക്ക വരട്ടെ, നമ്മളൊപ്പം വരും. നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്തത് നമ്മുടെ അടുക്കൽ വന്നാൽ നമ്മൾ
മനസ്സ് പറയും. നമ്മൾ ചിലപ്പോൾ പറയാം, അറിയാതെ നമ്മൾ മറന്നു പോകും. അതുപോലെ ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് രാവിലെ അവിടെ പോകണമെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു അലാറവും വെക്കാതെ നമ്മളെ ഉണർത്തും ഇല്ലേ? മനസ്സ് പറയുന്നത് നമ്മൾ അവിടെ പോകും. നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ യഥാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ മനസ്സ് നമ്മളോട് പറയും, എന്റെ ഉണരട 5:30 ഉണരാൻ, നമുക്ക് അവിടെ പോകണ്ടായി. അപ്പോഴും നമ്മൾ ചാടി എഴുന്നേറ്റ് എളുപ്പം കുളിച്ച് റെഡിയായി ഒരു പ്രയാസമില്ലാതെ നമ്മൾ. അപ്പം ശരീരമാണ് ഉറങ്ങുന്ന മനസ്സ്. അപ്പൊ മനസ്സ് നമ്മളോട് എന്ത് പറയണം? എഴുന്നേക്കാൻ നോക്കും. അപ്പൊ നമ്മൾ എഴുന്നേക്കാൻ നോക്കിയപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ശരീരം അനങ്ങുന്നു. നമ്മുടെ ശരീരത്തിൽ അങ്ങോട്ട് അനങ്ങുന്നില്ല, കൈയൊന്നും അനങ്ങുന്നില്ല, കാലനങ്ങുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെ വിളിക്കാൻ തുടങ്ങി. ഒറ്റ വിളി കൂടെ വന്ന് നിൽക്കുമായിരുന്നു. വിളിക്കണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ശബ്ദം പുറത്തോട്ട് വരാതിരുന്നപ്പോ എന്തായി? നമുക്ക് ആള് വരുന്നില്ലെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് മനസ്സിലായി നമുക്ക് ശബ്ദമില്ല. അപ്പൊ നമ്മുടെ ശബ്ദം പോയി, നമ്മുടെ ശരീരത്തിന്റെ അനക്കമൊക്കെ പോയി. ശരീരം ഒന്ന് കൈയൊക്കെ ഒന്ന് പൊക്കണമെന്നുണ്ടായിരുന്നു, അതൊരു രക്ഷയില്ല, ഒരു കാര്യമില്ല. അപ്പൊ അല്പസമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബന്ധുക്കളൊക്കെ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ അവരൊക്കെ വിഷമിച്ചൊക്കെ ഇരുന്നു. അപ്പൊ കൈയൊക്കെ നോക്കി നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഒരു വായിലൊക്കെ ഒഴിച്ചിട്ട് തന്നിട്ട് പറഞ്ഞു, സാരമില്ല, ഡോക്ടർ വന്നിട്ട് ഡോക്ടർ നമ്മളുടെ മുമ്പിൽ വെച്ച് പറയുന്നുണ്ട്, നീ എഴുതേക്കാൻ സാധിക്കത്തില്ല, നീ കിടക്കപ്പായിൽ തന്നെ കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്, ശരീരം മുഴുവന് തളർന്നു പോയി. അപ്പൊ നമുക്കിതെല്ലാം കേൾക്കാം. അപ്പൊ നമ്മുടെ മക്കളെ വെച്ചു, നീ ഇതിനെ കൂടെ ഞങ്ങൾ നോക്കണം, ഇനി ഒരു അത്യാവശ്യത്തിന് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ? അതുമില്ല. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഇരുന്നുകൊണ്ടാണ് പറയുന്നത്. നമ്മളെവിടെങ്കിലും പോകണമെന്ന് ഇവരെ വിളിച്ചോണ്ട് പോയിക്കൊണ്ടിരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഇവര് പറയുന്നത് നമ്മൾ അന്ന് മുതൽ ഒരു ബാധ്യതയിലേക്ക് നമ്മൾ മാറും. എന്നിട്ട് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെ കാണാന് നമ്മുടെ ബന്ധുക്കളൊക്കെ വരും, അയലോക്കക്കാരൊക്കെ വരും. നമ്മുടെ അയലോക്കത്തുള്ളവരൊക്കെ വരുമ്പോഴാണ് പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കിണറൊക്കെ കുത്തി വെള്ളമൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കിണറിന് പോലും നമ്മൾ നെറ്റൊക്കെ അടിച്ച് പൂട്ട് വരും. വസ്തു മേടിച്ച് വീടുണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം പണിത് എന്താ? മതില് അല്ലേ? മതില് പണിത് ഗേറ്റ് ഇട്ട് പൂട്ടി. എന്നിട്ട് ഈ മതിലിനെ ആരും കയറി വരാതിരിക്കാൻ എന്ത് ചെയ്യും? കുപ്പിച്ചിലൂടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കും അല്ലേ? കണ്ടിട്ടുണ്ടോ? ഇവിടൊക്കെ അല്ല, നാട്ടില. ഇവിടെ നമ്മൾ ചെയ്തില്ല, നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യില്ലേ? ഇടയ്ക്ക് 2-3 ആണിയും കൂടെ കൊടുക്കും. എന്തിനാണ്? ഭംഗിക്കാമോ? ആണി വെക്കുന്ന ഭംഗിക്കാമോ? കുപ്പിച്ചിൽ വെക്കുന്ന ഭംഗിക്കാമോ? അല്ല. നമുക്കറിയാം മറ്റൊരുത്തന് ഇത് ഉപദ്രവമാണെന്നറിയാം. അങ്ങനെ തന്നെ വിചാരിച്ചു തന്നെ നമുക്ക് അല്ലേ? വീടൊക്കെ പണിത് കിണറ്റിൽ വെള്ളമൊക്കെ, നമ്മുടെ വെള്ളമൊക്കെ എടുക്കാൻ വെക്കുമ്പോൾ പറയുമ്പോൾ ഒത്തിരി വെള്ളമൊക്കെ എടുക്കില്ല, കുറച്ചേ എടുക്കാവുന്ന പറയും. ഏതാണ്ട് കൊണ്ട് ഒഴിച്ചു വെച്ച വെള്ളമാണ് നമ്മളിത്. അല്ല, ഭൂമിയിൽ നിന്ന് നമുക്ക് ഈശ്വരൻ തന്ന വെള്ളമാണ്. വെള്ളം പോലും നമ്മൾ നിഷേധിക്കപ്പെട്ടു. എന്നിട്ട് പട്ടിയൊക്കെ എഴുതിച്ച് അതിനെ അഴിച്ചു വിടും. അപ്പൊ പിന്നെ ആരും അങ്ങോട്ട് അവിടെ നമ്മൾ ബോർഡ് എഴുതി വെക്കും. എന്നിട്ട് ഇങ്ങോട്ട് ആരും വരരുത്, ഇവിടെ ഞങ്ങളെ ഉള്ളൂ, അതുകൊണ്ട് സൂക്ഷിക്കുക. അപ്പൊ നമ്മൾ അങ്ങോട്ട് ആരും കയറിപ്പോത്തില്ല. ജീവന് കൊതിയുള്ളവർ പോകും ഇല്ല. അപ്പൊ അങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കും. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ കൊടുക്കാൻ പഠിച്ചവർ പോലും നമ്മുടെ വീട്ടിൽ കയറി വന്ന ഇങ്ങനെ ഇരിക്കുന്ന ആളാ, മുഖത്ത് ആ കണ്ണുകളിൽ നമുക്ക് കാണാം, നിനക്ക് ഇത് തന്നെ വേണോടാ എന്ന് പറയുന്നതായിട്ട് നമുക്ക് തോന്നും. അതൊന്നും ആയിരിക്കത്തില്ല അവർ പറയും. ഇതെല്ലാം ഇങ്ങനെ ആൾക്കാർ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞ് നമ്മളിങ്ങനെ ദൂരേക്കൊക്കെ നോക്കിയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും? അങ്ങ് മാറി ഒരിടത്ത് ഭഗവാൻ നോക്കും. ഭഗവാൻ നോക്കി ഇങ്ങനെ നമ്മളെ നോക്കി ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ ഭഗവാനോട് നമ്മൾ പറയും, ഭഗവാനെ, എന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടായി. എന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ അങ്ങനെയുള്ളൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചിട്ട് ഭഗവാനെ നോക്കി തൊഴിലോടൊരു കാര്യം പറയും. എന്താ പറയുക? നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ യഥാചക്രപാണി, നമസ്തേ നമസ്തേ പ്രപന്നാധികാരൻ. എന്നിട്ട് എന്തോ പറയും? സമസ്താപരാധം ക്ഷമസ്വാഹിദേശ. എന്റെ ഭഗവാനെ, ഞാൻ അറിയാതെ ചെയ്ത എത്ര തെറ്റുകൾ, ആരോടെല്ലാം എന്തെല്ലാം തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സമ്പത്തിന്റെ പേരില്, ആരോഗ്യത്തിന്റെ പേരിൽ എത്ര പേരെ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. അതെനിക്കൊരു സന്തോഷമാണ്. അതെല്ലാം തെറ്റായി പോയി തോന്നും ഭഗവാനെ. എന്നിട്ട് എന്ത് ചെയ്യണം? എന്റെ സമസ്ത അപരാധങ്ങളും ഭഗവാനെ
എന്നോട് പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ അടുക്കലുള്ള മനസ്സുകൊണ്ട് നമ്മളന്ന് നമസ്കരിക്കും. ആ ഭഗവാന്റെ രണ്ടു പാദങ്ങളും ചേർത്ത് പിടിച്ച് നമ്മൾ നിലകണ്ണുകളോടുകൂടി ഭഗവാനെ അറിയാതെ ചെയ്ത തെറ്റാണ്, ഞാൻ വലിയവനാണെന്നൊരു ധാരണ അഹങ്കാരം എന്നെ ഉണ്ടായിരുന്നതല്ല, ഇപ്പൊ പോയി ഭഗവാനെ ഒന്നുമല്ല, ശരീരമല്ല, സമ്പത്തല്ല, ഇതൊന്നുമല്ല ജീവിതത്തിൽ വലുതെന്ന് എനിക്ക് ഇപ്പോഴാണ് ഭഗവാനെ തോന്നിയത്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാന്റെ പാദത്തിലൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയും. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? മുഖേ മന്ദഹാസം, ചിരിക്കും. ചിരിച്ചോണ്ട് പറയും, സാരമില്ല, നീ എന്തൊക്കെ സാരമില്ല, അതൊക്കെ നിന്നോടൊക്കെ ഞാൻ ക്ഷമിച്ചു. ഇപ്പൊ നമ്മൾ ചോദിക്കും ഭഗവാനോട്, ഭഗവാനെ ഞാൻ തെറ്റുകളൊക്കെ ചെയ്തപ്പോ എന്താ ഭഗവാനെ വന്ന് എനിക്ക് ശിക്ഷ തരാൻ, എന്നെ ശിക്ഷിച്ചായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് നന്നായി പോകത്തില്ലായിരുന്നു ഭഗവാനെ. അപ്പൊ ഭഗവാൻ പറയും, നീ ഓരോ തെറ്റുകളും കാണിക്കുമ്പോൾ വന്ന് നിന്നെ ശിക്ഷിക്കണമെന്ന് എനിക്ക് തോന്നും. പക്ഷെ എന്താണെന്നറിയാമോ, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നീ എന്ന ഒരു കൈക്കുഞ്ഞുമായി നിന്റെ അമ്മ എന്റെ അടുക്കൽ വന്നിട്ട് പ്രാർത്ഥിച്ചു, ഭഗവാനെ എന്റെ കുഞ്ഞിനെ നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞിട്ട് നിന്നെ എന്റെ കയ്യിലേക്കാണ് ഏൽപ്പിച്ചത്. അന്ന് മുതൽ നിനക്ക് വേണ്ടി നിന്നെ അനുഗ്രഹിച്ചുകൊണ്ട് നിന്റെ നിഴലായി ഞാൻ കൂടെ നിന്നതാണ്. നിന്റെ അമ്മ നിനക്ക് നല്ലതുണ്ടാവാൻ വേണ്ടിയിട്ട് എന്റെ മുമ്പിൽ വന്നാണടാ പട്ടിണി കിടന്ന് പ്രാർത്ഥിച്ചത്. അങ്ങനെ എന്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് നിന്റെ അമ്മയുടെ ആ പ്രാർത്ഥനയുടെ അനുഗ്രഹവും ബലവും കൊണ്ടാണടാ നീ പല തെറ്റുകളും ചെയ്തിട്ട് നിന്നെ ഞാൻ ശിക്ഷിക്കാതെ വിട്ടത്. എന്നിട്ട് നിനക്കതൊന്നും മനസ്സിലായില്ല. പക്ഷേ നിന്റെ അമ്മ, നിന്റെ മാതാപിതാക്കളുടെ ഗുണം, മാതാപിതാക്കൾ ചെയ്ത ഗുണത്തിന്റെ ഫലവും ആണടാ ഇന്ന് നീ അനുഭവിക്കുന്ന സകല ഗുണങ്ങൾ പോലും, പല ശിക്ഷകളിൽ നിന്ന് പോലും നിന്നെ ഞാൻ ഒഴിവാക്കിയത് എന്ന് ഭഗവാൻ പറയും. എന്നിട്ടാണ് നമ്മുടെ ജീവനൊക്കെ ഇങ്ങോട്ട് പോകുന്നത്. എത്ര ജീവനുണ്ടെന്നറിയാം നമ്മുടെ ഉള്ളില്? എത്ര ജീവനുണ്ടെന്നറിയാം? 5 പ്രാണനും 5 ഉപപ്രാണന്മാരും. 10 പേർക്കുണ്ട് ആൾക്കാരുണ്ട്, 10 പേർക്കുണ്ട് ദൈവങ്ങൾ, 10 പേർക്ക് 10 ഡിപ്പാർട്ട്മെന്റിനും ഹെഡുകളുണ്ട്. ആ 10 ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡുകൾ വന്ന് സാങ്ഷൻ ചെയ്തു തരും. അതനുസരിച്ച് നമുക്ക് അവിടെ എല്ലാം ആ കൗണ്ടറെല്ലാം പാസ്സായി വേണം നമ്മള് ഇപ്പുറത്ത്. ചിലപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒറ്റയടിക്ക് നമുക്ക് പാസ്സായി ഒറ്റ ലെറ്റർ. ചിലവരതല്ല, ചില അപേക്ഷ കൊടുത്തു കഴിഞ്ഞ് ചില കൗണ്ടറിൽ ചെന്ന് കുറെ കാലം കിടക്കും. അപ്പൊ ഈ കൗണ്ടറിൽ നിന്ന് നമ്മൾ അപ്പുറത്തെ കൗണ്ടറിലോട്ട് പോകാൻ എന്ത് ചെയ്യും, നമ്മൾ റെക്കമെൻഡ് ഒക്കെ ചെയ്യിക്കും പലയിടത്തും പോയി. അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു ഭാഗങ്ങളാണ്. അതെന്ത് ചെയ്യും, നമ്മളെ പറ്റിയുള്ള അന്വേഷണത്തിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഡിപ്പാർട്ട്മെന്റുകളിൽ ചില താമസങ്ങൾ. അവർക്ക് ഡിപ്പാർട്ട്മെന്റിൽ സംശയം തോന്നുമ്പോൾ അന്വേഷണത്തിന് വിടും. അന്വേഷണമൊക്കെ പാസ്സായി കഴിഞ്ഞില്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ പാസ്സായിട്ടൊക്കെ പോകും. അപ്പൊ അങ്ങനെ 5 പ്രാണന്മാരും 5 ഉപപ്രാണന്മാരും ഉണ്ട്. പ്രാണൻ, അപാനം, സമാനം, ഉദാനം, ജ്ഞാനം, പൂർണ്ണൻ, ക്രകരൻ, ദേവദത്തൻ, ധനഞ്ജയൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് 5 പ്രാണന്മാരും 5 ഉപപ്രാണന്മാരും ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ എവിടെ വരുന്നത്? ഭഗവാനിലേക്ക് ലയിക്കുന്നു. അതുവരെ നമ്മൾ ഏറ്റവും വലുതെന്ന് വിചാരിച്ചിരുന്നത് എന്തായിരുന്നു അറിയാമോ? നമ്മുടെ ശരീരം. ഈ ശരീരമാണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ചവരാണ്, ധരിച്ചവരാണ്, വിശ്വസിച്ചവരാണ് നമ്മൾ, ഇല്ലേ? ആ വിശ്വാസം ഇതൊന്നും അല്ലെന്ന് നമുക്ക് എപ്പോഴേ മനസ്സിലായുള്ളൂ. ഒരുപാട് കാലം കഴിഞ്ഞില്ല. അവര് രണ്ടുപേരും വന്നപ്പോഴും അത് പറയാനായി ഇവര് രണ്ടുപേരും നമ്മുടെ അടുക്ക വന്നു. ആരൊക്കെയാ? ജയയും നരയും. നമ്മൾ സമ്മതിക്കുമോ? പിന്നെ ഇതിനേക്കാളും വലിയവർ വന്നിട്ട് നമ്മൾ സമ്മതിച്ചില്ല. ഇനി പിന്നെ ആണോ ഞാൻ? നിങ്ങൾ പറയുന്നത് നമ്മൾ സമ്മതിക്കുമോ? സമ്മതിക്കത്തില്ല. അതിന് നമ്മൾ അവരെ എന്ത് ചെയ്തു? ആരും അറിയാതെ 5 രൂപ മുടക്കി നമ്മൾ അവരെ വാങ്ങിച്ചു, ഇല്ലേ? ഇതൊന്നും ഇവിടുത്തുകാരുടെ കാര്യമില്ല, ഇതൊക്കെ ദൂരെയുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ യഥാർത്ഥം ആ സ്തോത്രം ഏതാണെന്നറിയാം? ആ ചൊല്ലുന്ന സ്തോത്രം ഇന്ന് നമ്മൾ ചൊല്ലേണ്ടതാണ്. പ്രത്യേകിച്ച് വിഷ്ണുവിന്റെ അമ്പലം വിഷ്ണു ഭുജംഗം എന്ന് പറയും. ഇതിന്റെ അർത്ഥമാണ് ഞാൻ മുമ്പേ പറഞ്ഞു. ജനേയം വിശാലി മഹാജീവിതോമി ഇതൊക്കെ പറഞ്ഞ അതിനകത്തുള്ളതിൻ്റെ അകത്ത് അതിന്റെ അർത്ഥമാണ് ഇത്. അപ്പൊ ഈ അർത്ഥമാണ് ഭഗവാനോട് നമ്മൾ പറയുന്നത്. അതെന്ത് ചെയ്യും? അത് നമുക്ക് ജപിക്കാനൊരു പാകത്തിനാക്കി, ഒരു നിയമമായിട്ട്, ഒരു വ്യവസ്ഥയാക്കി നമുക്ക് തന്നു. നമുക്കല്ലേ ഒരു വലിയ തുണി നാണം മറയ്ക്കാനുള്ളതായതുകൊണ്ട് നമുക്ക് ഇടാനുള്ള ഭാഗത്തിന് അതിന്റെ കൈയും
ഒക്കെ വെച്ച് തന്നതുകൊണ്ട് നമുക്കത് സ്വസ്ഥമായിട്ട് ഇടുന്നത് പോലെ എന്ത് ചെയ്തു, ഒരു വലിയ അർത്ഥത്തെ കൃത്യമായ ശ്ലോകങ്ങളാക്കി ഒരു വ്യവസ്ഥയുടെ ഭാഗമാക്കി നമുക്ക് നൽകി. അതാണ് നമ്മളിവിടെ വന്നു നിന്ന് ചൊല്ലുന്നത്. പക്ഷെ ചൊല്ലിയപ്പോ അറിഞ്ഞില്ല, നമ്മൾ അറിഞ്ഞില്ല. ജലയം ജീവഹാജീവിതോ എന്ന് പറഞ്ഞപ്പോ നമ്മൾ അറിഞ്ഞോ ജലയും നരയുടെ കാര്യമോ പറഞ്ഞത് ഇല്ല. അപ്പൊ അതൊന്ന് അറിയണം. നമ്മൾ വെറുതെ ആണെങ്കിൽ ഇതൊന്ന് അറിഞ്ഞ് മനസ്സിലാക്കിയിരിക്കുമ്പോ നമുക്ക് തോന്നും അകത്തിരിക്കുന്ന ഭഗവാന്റെ ആ രണ്ട് കണ്ണുകൾ നമുക്ക് കാണിച്ചു. അതുകൊണ്ടാണ് അമ്പലത്തിൽ പോയി ക്ഷേത്രത്തിൽ പോയി എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? ക്ഷേത്രത്തിൽ പോയി ക്ഷേത്ര ദർശനം നടത്തണം. ക്ഷേത്രത്തിൽ പോയി തൊഴാനല്ല പറയുന്നത്, പിന്നെന്താണ്? ക്ഷേത്രത്തിൽ പോയി ദർശനം ചെയ്യുക. എന്താണ്? ഭഗവാനെ ദർശിക്കണം. ആ ശിലയല്ല കാണണം, ആ ശിലയ്ക്കകത്തിരിക്കുന്ന ചൈതന്യത്തെ, ആ ശിലയ്ക്കകത്തിരിക്കുന്ന ചൈതന്യമായിരിക്കണം. അതുകൊണ്ടാണ് നമുക്ക് വിശേഷണം ഗ്രഹിക്കാനാണ് വിഗ്രഹങ്ങളുള്ളത്. ആ വിഗ്രഹങ്ങളുടെ അകത്തുള്ള ഒരു ശക്തിയുണ്ട്, ഒരു ചൈതന്യമുണ്ട്. ഗണപതിയുടെയും അയ്യപ്പസ്വാമിയുടെയും മഹാവിഷ്ണുവിന്റെയും ഭഗവതിയുടെയും ശിവന്റെയും ഒക്കെ രൂപം ഉണ്ടാക്കിയത് ഒറ്റ കല്ലിലാണ്. ഒരു വലിയ പീസ് കല്ല് പല ഭാഗങ്ങളായി മുറിച്ചിട്ട് അതിലൊന്നിനകത്ത് മഹാവിഷ്ണുവിന്റെ രൂപം ഉണ്ടാക്കി, ഒന്നിനകത്ത് അയ്യപ്പന്റെ രൂപം ഉണ്ടാക്കി, അയ്യപ്പന്റെ ശാസ്താവിന്റെ രൂപം ഉണ്ടാക്കി, ഒന്നിനകത്ത് ഗണപതിയുടെ രൂപം ഉണ്ടാക്കി. എല്ലാം ഒറ്റ കല്ലാണ്. ഒരു നാട്ടിലുള്ള ഒരു കല്ല് രണ്ട് പീസുകളാക്കിയത്, വലിയ പീസായിട്ടാണ് കല്ല് വരുന്നത്. അതിങ്ങനെ മുറിച്ചിട്ടിട്ട് അതിനകത്താണ് ഓരോ രൂപങ്ങളുള്ളത്. പക്ഷെ ഈ അഞ്ച് രൂപങ്ങളിലും നമ്മൾ അഞ്ച് കല്ലിലും നമ്മൾ എന്ത് ചെയ്തു? 5 രൂപങ്ങളെ നമ്മൾ കണ്ടു. ഒരാളെ മുമ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ വിശേഷണം ഗ്രഹിക്കും. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാകാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം എന്ന് നമ്മൾ ആദ്യം ചൊല്ലും. അടുത്തടുത്ത് ചെല്ലുമ്പോഴോ ആ ശിലയുടെ ബാക്കിയാണ് ശിലയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ എന്ത് പറയും? അത് നമ്മൾ അതിനെ കണ്ടിട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നും എന്ത് ചെയ്യും? ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോക വിനാശ കാരണമായിട്ടുള്ള ആ നമാമി വിഘ്നേശ്വരന്റെ പാദങ്ങളെ ഞാൻ ഭജിക്കപ്പെടുന്നു. എന്നിട്ടോ അപ്പുറത്തോട്ട് മാറിയിട്ട് ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു. പിന്നാരാണ്? ശാസ്ത്രേ തുഭ്യം നമോ നമ എന്ന് വിളിക്കും. ഇതെല്ലാം നമ്മൾ എന്താണ്? ഒരു ശിലയിലെ പല ഭാഗങ്ങളിൽ പല രൂപങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ദർശിക്കും. ആ ദർശനങ്ങളാണ് നമുക്ക് യഥാർത്ഥമായിരിക്കുന്ന ഗുണത്തെ നമുക്ക് നൽകുന്നത്. അതൊരു സാമാന്യം. അവിടെ എല്ലായിടവും നമുക്ക് ഒരു അടിസ്ഥാനമായി വേണ്ട ഒരു വിഷയം എന്താണ്? യഥാർത്ഥമായിരിക്കുന്ന ഭക്തി. അപ്പൊ ഭക്തി നമുക്ക് പ്രധാനമായിട്ട് തരുന്നത് എന്താണ്? യഥാർത്ഥമായിരിക്കുന്ന സത്യസന്ധമായിരിക്കുന്ന സ്നേഹമാണ്. അങ്ങനെ യഥാർത്ഥ സത്യസന്ധമായിരിക്കുന്ന ഒരു സ്നേഹത്തിന്റെ ഭാഗമാണ് ഇവിടെ ഈ ഗർഗഭാഗവതത്തില് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ഗർഗഭാഗവതത്തിലൂടെ നമുക്ക് അത് 10 ഖണ്ഡങ്ങളായിട്ടാണ് നമുക്കത് പറയുന്നത്. ആദ്യം ഈ 10 ഖണ്ഡങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊരു സാമാന്യമായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് അടുത്തടുത്തോട്ട് പോകാം. ഉറക്കം വരുന്നോ? ക്ഷീണമുണ്ടോ? എഴുന്നേക്കണം. എന്തെങ്കിലും ഒരു 5 മിനിറ്റ് എഴുന്നേറ്റൊക്കെ നിൽക്കണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ അത് ചെയ്തോ. എന്തോ ഈ എത്തിന് കഥ കേൾക്കുമ്പോഴാണെങ്കിലും നമുക്ക് വന്നിട്ട് ഓർക്കൊക്കെ വരും. പറയുന്നത് എനിക്ക് തോന്നുന്നില്ലെങ്കിലും സ്വാഭാവികമായിട്ടും കേട്ടോണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്കും ഒരു ക്ഷീണമൊക്കെ തോന്നുമ്പോൾ നമ്മൾ അറിയാതെയാണെങ്കിലും ഒന്ന് ഉറങ്ങണമെന്നൊക്കെ നമുക്ക് തോന്നും. ധൈര്യമായിട്ട് ഉറങ്ങാം, സ്വസ്ഥമായിട്ട് ഉറങ്ങാം. അപ്പൊ ഈ നാളെ വരുമ്പോൾ ഒരു ബുക്കും പേരും കൂടെ കൊണ്ടുവരാനുണ്ട്. ഒരു ഗുണമുള്ളത് നമുക്ക് വെറുതെ ഇതൊക്കെ ഒന്ന് കുറിച്ചൊക്കെ ഒന്ന് കുറിച്ചൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഉറക്കമൊക്കെ നമ്മുടെ മാറും. അപ്പൊ ഒന്നാമത്തെ ഇന്ന് എന്തെല്ലാം പറഞ്ഞു? ഇന്ന് ഒന്നാമത്തെ ഖണ്ഡം എന്ന് പറയുന്നത് ഗോലോക ഖണ്ഡം എന്ന് പറയും.
ഒന്നാമത്തെ ഖണ്ഡത്തിന്റെ പേര് ഗോലോക ഖണ്ഡം എന്നാണ്. അപ്പൊ ഈ ഗോലോക ഖണ്ഡത്തില് ഏകദേശം 20 അധ്യായങ്ങളാണ് ഉള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ, ഈ ഗർഭഭാഗം കഴിഞ്ഞു കഴിയുമ്പോൾ നാളെ ആരെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് പറയാമല്ലോ, ഗർഭഭാഗം എന്തായിരുന്നു, ഗർഭഭാഗം ഒന്ന് സ്വാഭാവികമായിട്ടും നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചോദിക്കും, നിങ്ങളുടെ അവിടെ ഗർഭഭാഗം ഉണ്ടായിരുന്നെന്ന് അറിയാൻ കഴിഞ്ഞു, അങ്ങനെ ഉണ്ടായിരുന്നു, എന്തോ ഗർഭഭാഗം, അതൊരു മീനി കണ്ടുന്ന അരി കൊണ്ടുവന്നിട്ട് പുള്ളി അവിടെ വന്നിരുന്ന് രാവിലെ വന്നിരുന്ന 50 ഷർട്ട് കൊടുത്തിട്ട് അതാണ് വന്നിരുന്ന യോഗ കഥ പറഞ്ഞു. ഞങ്ങളതൊക്കെ എപ്പോഴും കേട്ടു പിന്നെ പോകും എന്ന് പറയാതെ നമുക്ക് പറഞ്ഞു കൊടുക്കണം. 10 ഖണ്ഡങ്ങളുണ്ട് ഗർഭഭാഗങ്ങളുണ്ട്. അതിൽ 263 അധ്യായങ്ങളുണ്ട്, 10,000 ശ്ലോകങ്ങളുണ്ട് എന്ന്. ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ വിഷയങ്ങളും പഠിക്കും. അപ്പൊ ഓരോ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഓരോ വിഷയങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാകും. അതിൽ ഒന്നാമത്തേതാണ് ഗോലോക ഖണ്ഡം. ഗോലോക ഖണ്ഡം ഗോലോകത്തിന്റെ ഖണ്ഡമാണ്. അതിൽ ഏകദേശം 20 അധ്യായങ്ങളാണ് ഉള്ളത്. അപ്പൊ ഈ 20 അധ്യായങ്ങളില്ലാത്ത പ്രധാനമായിട്ട് പറയുന്നത് ആദ്യം ഭഗവാന്റെ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ മാഹാത്മ്യത്തെ പറ്റിയാണ് അവിടെ ആദ്യമേ പറഞ്ഞു തുടങ്ങുന്നത്. പിന്നീട് ഭഗവാന്റെ ബ്രഹ്മാദി ദേവതകളൊക്കെ വന്ന ഗോലോകത്തെ കാണുന്നതും, അപ്പം ശ്രീകൃഷ്ണ ഭഗവാനിലെ ഓരോ പൂർണ്ണ അവതാരങ്ങളുടെ സാന്നിധ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതും ഒക്കെ, പിന്നെ അതുപോലെ നന്ദഗോപന്മാരുടെയും വൃന്ദാവനത്തിൽ ഓരോരുത്തർ ഗോപികമാരായിട്ടൊക്കെ വരുന്നതിന്റെ ഭാഗങ്ങളൊക്കെയാണ്. അങ്ങനെ പറഞ്ഞ് ഏകദേശം ദുർവാദ ശ്രീകൃഷ്ണനെ ഭഗവാനെ എന്ത് ചെയ്യും, യശോദാദേവി ഇങ്ങനെ ഒരേ കെട്ടിയിടുന്നത് വരെ ഒന്നാമത്തെ ഖണ്ഡത്തിൽ ഗോലോക ഖണ്ഡത്തില് 20 അധ്യായങ്ങളാണ് ആ ഗോലോക ഖണ്ഡത്തിൽ. പിന്നെ രണ്ടാമത്തെ ഖണ്ഡം എന്ന് പറയുന്നതാണ് വൃന്ദാവന ഖണ്ഡം. അവിടുത്തെ കൃഷ്ണൻ ജനിച്ച് രാധയൊക്കെ ജനിച്ച് പിന്നെ വൃന്ദാവനത്തിലെ കഥകളാണ്. വൃന്ദാവനത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നത് അത് ഏകദേശം 26 അധ്യായങ്ങളുണ്ട്. 26 അധ്യായങ്ങളിലൂടെയാണ് അത് പറയുന്നത്. അർജുന എപ്പോഴാ മറ്റേ ഇതിന്റെ സമയം എന്തോ എപ്പോഴാന്ന് വെച്ചാൽ പറയണോ? അപ്പൊ എന്താണ് രണ്ടാമത്തെ ഖണ്ഡം എന്ന് പറയുന്നത് വൃന്ദാവന ഖണ്ഡവും. അപ്പൊ വൃന്ദാവന ഖണ്ഡത്തിനകത്ത് 26 അധ്യായങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ പല അസുരന്മാരെയൊക്കെ ഭഗവാൻ വധിക്കുന്നതും, പിന്നെ ഒരു കൃഷ്ണനെ ദർശിക്കുന്നതും, രാസക്രീഡയും ഒക്കെ ഗോപികമാരൊക്കെ ഭഗവാനെ കാണാനിട്ട് കരയുന്നതും ഒക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ രണ്ടാമത്തെ ഭാഗത്തിനകത്ത്, രണ്ടാമത്തെ ഖണ്ഡത്തിനകത്ത്. മൂന്നാമത്തെ ഖണ്ഡം എന്ന് പറഞ്ഞ് ഗിരിരാജ ഖണ്ഡം. ഗിരിരാജ ഖണ്ഡം എന്ന് പറയുന്നത്, ഗിരിരാജൻ എന്ന് പറയുന്ന പർവ്വതം അല്ലേ? അപ്പൊ അതിനകത്തിലാണ് ഗോവർദ്ധന പർവ്വതം. ഭാഗവതത്തിന്റെ ഏറ്റവും ഒരു സവിശേഷത എന്ന് പറയുന്നത് ഒരു കഥയ്ക്ക് 3 പേര് കൊടുത്ത ഒരേ ഒരു കഥാഭാഗം എന്ന് പറയുന്നത് ഗോവർദ്ധനോദ്ധാനം ഇല്ലേ? ഭാഗവതത്തിലൊക്കെ നോക്കിയാൽ അറിയാം, അതിന് 3 പേരാണ്. 3 പേരിലാണ് ഒരു കഥയാണ്. ഒന്ന് ഗോവർദ്ധനോദ്ധാരണം എന്ന് പറയും, രണ്ടെന്താണ് ഭഗവാന്റെ ഗോവർദ്ധനോദ്ധാരണം, എന്തോ ആലോചിച്ചു 3 കഥകളാണ്. ഇന്ദ്രദർപ്പഹരണം ഒന്ന് പേര്, ഇന്ദ്രദർപ്പഹരണം, ഗോവർദ്ധനോദ്ധാരണം എന്ന് പറയും, പിന്നെ ഒന്ന് ഗോവിന്ദ പട്ടാഭിഷേകം ഇല്ലേ? ഈ 3 പേര് കേട്ടിട്ടില്ലേ? ഈ 3ഉം ഒരു കഥ. ഇന്ദ്രദർപ്പഹരണം ഇന്ദ്രന്റെ അഹങ്കാരത്തെ ഇല്ലായ്മ ചെയ്ത കഥ. ഗോവർദ്ധനോദ്ധാരണം ഗോവർദ്ധന പർവ്വതത്തെ ഭഗവാൻ ഇങ്ങനെ ഉയർത്തിയത്. ഗോവിന്ദ പട്ടാഭിഷേകം ഭഗവാനെ ഗോവിന്ദനായിട്ട് ലോകം മുഴുവൻ അഭിഷേകം ചെയ്തത്. അതൊക്കെ ഏതാണ് ഗിരിരാജ ഖണ്ഡത്തിൽ. അത് 11 അധ്യായങ്ങളാണ്. മൂന്നാമത്തെ ഖണ്ഡത്തിനകത്ത് 11 അധ്യായങ്ങളാണ് ഉള്ളത്. അടുത്ത 4ാമത്തെ അധ്യായം നാലാമത്തെ ഖണ്ഡം എന്ന് പറയുന്നത് മാധുര്യ ഖണ്ഡം എന്ന് പറയും. മാധുര്യ ഖണ്ഡം എന്ന് പറയും. ആ മാധുര്യ ഖണ്ഡത്തിനകത്ത് ഒരുപാട് സവിശേഷമായിരിക്കുന്ന ഉള്ള, പ്രത്യേകിച്ച് യമുനാ സഹസ്രനാമം, യമുനാ നദിയുടെ സഹസ്രനാമമൊക്കെ ആ യമുന ദേവിയുടെ സഹസ്രനാമത്തെ 24 അധ്യായങ്ങളാണ് അതിനകത്തുള്ള. സുദർശനോപാഖ്യാനവും യമുനാ കവചവും ഒക്കെ യമുനാസ്തവവും യമുനാദേവിയുമായിട്ട്
ഒക്കെയുള്ള സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യം. അതിനകത്ത് പ്രധാനമായിട്ട് രാമായണ തത്വത്തെ പറയുന്നുണ്ട്. ഈ രാമായണം ഒരു വലിയ മരുന്നാണ്. ഈ പലയിടത്തും രാമായണം പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ ഈ രാമായണം എപ്പോഴേ നോക്കത്തുള്ളതെന്ന് അറിയാമോ? കർക്കിടകത്തിലേ നോക്കത്തുള്ളൂ. കർക്കിടകം കഴിഞ്ഞ അപ്പൊ നമ്മൾ രാമായണം പോകും. അത് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. രാമായണം നമുക്ക് ഈ കർക്കിടകമായി കഴിയുമ്പോൾ നമുക്ക് ഒരു ഫെസ്റ്റിവൽ ഇല്ലേ, നമ്മൾ പറഞ്ഞത് ഫെസ്റ്റിവൽ ഓഫർ എന്നൊക്കെ പറഞ്ഞത് ഫെസ്റ്റിവൽ സീസൺ ആയിട്ട് കർക്കിടകം രാമായണ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞുകൊണ്ട് ഷോക്കേസിൽ നന്ദനം രാമായണം എടുക്കും. എന്നിട്ട് അത് 3 വൈകിട്ട് 5 മിനിറ്റ് ഞാൻ രാമായണം വായിക്കുന്നത് ഇല്ലേ, രാമായണം. അത് കഴിഞ്ഞാൽ ഈ രാമായണമൊക്കെ അടച്ച് ഷോക്കേസിൽ തന്നെ വരും. പിന്നെ ഈ രാമായണം നമുക്ക് എന്ന് മതി, അടുത്ത വർഷം മതി. രാമായണവും കർക്കിടകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആകെയുള്ള ഒരു ബന്ധം, രാമൻ കർക്കിടക ലഗ്നത്തിൽ ജനിച്ചു എന്നൊരൊറ്റ തെറ്റേ അദ്ദേഹം ചെയ്തിട്ടു. അതും അദ്ദേഹത്തിന്റെ തെറ്റല്ല. പിന്നെ അറിയാം, കൗസല്യാദേവി പ്രസവിച്ചത് കർക്കിടക ലഗ്നത്തിലാണ് എന്നുള്ള ഒറ്റ കാര്യം. കർക്കിടകവും രാമായണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷെ അതിനകത്തൊരു ബന്ധമുള്ളത് കർക്കിടക രാശിയുടെ ഒരു ബന്ധമാണ്. കാരണം അതാണ് അതിൽ യഥാർത്ഥമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. കർക്കിടക രാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ചന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സിന്റെ കാലത്വം വഹിക്കുന്നതാണ്. അപ്പൊ മാനസികമായ മാറ്റം ഉണ്ടാകേണ്ട ഒരു സമയമാണ് കർക്കിടക മാസം. കർക്കിടകത്തിൽ ഇപ്പോൾ പണ്ട് പറയും കന്യമാസം അല്ലേ? കർക്കിടകം എന്ന് പറയുന്നത് ഭയങ്കര, ഇപ്പോഴല്ല, ഇപ്പൊ ഏറ്റവും നല്ല മാസം ഏതാണ്? കർക്കിടകം. പണ്ട് കർക്കിടകം വളരെ മോശം, പട്ടിണിയുള്ള മാസമായിരുന്നു പണ്ട് കർക്കിടകം. അന്ന് ഉള്ളത് കൊണ്ടൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതൊക്കെ ചുട്ടൊക്കെ തിന്ന ഉള്ളത് കൊണ്ട് നമ്മൾ കഷ്ടപ്പാട് ഈ കർക്കിടകം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു പോയാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന സമയമാണ് കർക്കിടകം. അന്നേരമൊക്കെ നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് നമ്മൾ മാനസികമായി ഒരുപാട് തളരും. ഈ തളർച്ചയെ മാറ്റിയെടുക്കുവാൻ ഉതകുന്ന ഒന്നാണ് ഈ രാമായണം. അതുകൊണ്ടാണ് ഈ രാമായണം പല ഭാഗങ്ങളിലും രാമായണം വിശേഷമായിട്ട് പറയുന്നത്. ഇതിനകത്തിലും പറയുന്നുണ്ട്. ഈ മാധുര്യ ഖണ്ഡത്തിനകത്ത് 24 അധ്യായങ്ങൾ പറയുന്നതിനകത്ത് ഒന്ന് രാമായണത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അന്നേരം ആ സമയത്ത് അതിന്റെ ഒരു വിശേഷതയൊക്കെ ഉണ്ട്. രാമായണത്തിനകത്തൊരു നിധി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ ആ നിധി? ഇല്ല. ആ നിധിയെ നമുക്ക് എടുക്കാം. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് അത് 4ാമത്തെ ഖണ്ഡമാണ് നമ്മൾ പറഞ്ഞത്. 5ാമത്തെ ഖണ്ഡം എന്ന് പറഞ്ഞാൽ മധുരാഖണ്ഡം എന്ന് പറയും. മധുരാഖണ്ഡം. ആ മധുരാഖണ്ഡം എന്ന് പറയുന്നത് 25 അധ്യായങ്ങളുണ്ട്. അതിനകത്ത് 25 അധ്യായങ്ങളിലൂടെ ആ മധുരാഖണ്ഡത്തിലാണ് ഈ കംസൻ തുടങ്ങിയവരുടെ കഥകളെ പറ്റിയൊക്കെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ രാധോത്സവവും രാധാദർശനവും ഒക്കെ മധുര മഹാത്മ്യവും ഒക്കെ പറയുന്നത് ഈ മധുരാഖണ്ഡമൊക്കെ പറയുന്ന സമയത്ത് ആണ് ഈ ഹോളി ആഘോഷമൊക്കെ നടക്കുന്നത്. പിന്നെ അതുപോലെ അതാണ് 5ാമത്തെ. 6ാമത്തെ ഖണ്ഡം എന്ന് പറയുന്നത് ദ്വാരകാഖണ്ഡം എന്ന് പറയും. ദ്വാരകാഖണ്ഡം. ഈ ദ്വാരകാഖണ്ഡത്തിൽ 22 അധ്യായങ്ങളാണ് ഉള്ളത്. എത്ര ഉണ്ട്? 22. ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ? എന്തുവാണ്? അതെ അതെ. ഞാനത് വിഴുങ്ങിയത്. ഈ നിശബ്ദത എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പ്രതിഷേധം അല്ലേ? ഈ ഞാനായിട്ടൊന്നും അങ്ങനെ അറിയാവോ? അത് പറയാം. ലോകത്തെ 7 പേരെ നമ്മൾ ഒഴിവാക്കണം. അത് എഴുതിയൊക്കെ വെച്ചോണം. വേണമെന്ന് പറഞ്ഞു അത് എഴുതണ്ടാന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓർത്ത് വരണം. ലോകത്തെ 7 പേരോട് നമ്മൾ ഒന്നും പറയരുത്. ആരെന്നറിയ 7 പേര്? പ്രശ്നവാദി, ഗുരു, മൗനി, കിമേല, സ്തംഭമൂലരെ, പ്രേക്ഷകോ, ബാണ, സപ്തൈര്യ, സജീവാഥ. ഈ 7 പേരോട് ഒന്നും പറയരുത്. നിരുസാരം പറയരുത്. ഏതൊക്കെയാണെന്നറിയാമോ? 1 പ്രശ്നവാദി. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിരിക്കട്ടെ, ഇന്നത്തെ കാര്യം അത് ശരിയാക്കാന്നൊന്നും ഇതൊന്നും
ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കാതെ തിരുമേനി എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. എനിക്ക് നിങ്ങളെ ആരും അറിയത്തില്ല. ഇവിടെ എനിക്ക് ആകെ അറിയാവുന്ന ഒരാൾ ഹരിച്ചേട്ടൻ മാത്രമാണ്. നേരിട്ട് പക്ഷെ കാണുന്നതും ഇന്നലെ വൈകിട്ടാണ്. 10 തവണ വിളിച്ചാലേ ഫോണും എടുക്കത്തുള്ളൂ. 10 തവണ മെസ്സേജ് അയച്ച് 2 കൊല്ലം കഴിഞ്ഞിട്ട് റിപ്ലൈ പോലും. അപ്പൊ ബാക്കി എല്ലാവരും പറഞ്ഞത് എല്ലാവരും അങ്ങനെ തന്നെ തിരക്കുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. ശരിയാണെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒന്നാമത്തെ ആളാണ് പ്രശ്നവാദി. ഒന്നും ശരിയാക്കുക, ഇതൊന്നും ശരിയാക്കുക, ഇതൊന്നും നടക്കത്തില്ല, ഇതൊന്നും വേണ്ട. അതെന്താ വേണ്ട? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഇതൊന്നും നടക്കത്തില്ല, ശരിയല്ല, ഇതൊന്നും വേണ്ട. എന്നാൽ എന്താ ചെയ്യേണ്ടത് അറിയില്ല, പക്ഷെ ഇത് ശരിയല്ല. അതാണ് ആര്? ഒന്നാമത്തെ ആൾ പ്രശ്നവാദി. രണ്ടാമത്തെ ആളാണ് ഗുരു എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം പറഞ്ഞു, നമ്മളിങ്ങനെ തിരിച്ചിങ്ങനെ ഉപദേശിച്ച് അവസാനം നമ്മൾ ഈ പരിപാടി നിർത്തി. എന്ന എനിക്ക് സമാധാനം. അതാണ് രണ്ടാമത്തെ ആൾ. ഒന്നാമത്തെ ആളാരാണ്? പ്രശ്നവാദി. 2 ഗുരു. മൂന്നാമത്തെ ആളാണ് മൗനി. നീ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരഭിപ്രായവും പോട്ടെ നിന്റെ ഇഷ്ടം, ഞാനെന്ന് പറയും. ഇനി ഞാൻ വല്ലതും പറഞ്ഞിട്ട് അത് പ്രശ്നമാണ്. അതാണ് ആര്? മൂന്നാമത്തെ ആൾ. ഒന്നാമത്തെ ആളാരാണ്? പ്രശ്നവാദി, ഗുരു, മൗനി. നാലാമത്തെ ആളുണ്ട് കിമേക. എന്നെ കൊണ്ട് തന്നെ ആരെങ്കിലും ഒരാളോട് വരാമെങ്കിൽ എന്നാ പിന്നെ നമുക്ക് ആളോട് പറഞ്ഞാൽ പറയാം. നമുക്കിപ്പോ ഒരു കാര്യം ചെന്നത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ന ആളതൊന്നും ചെയ്യാവോ ചോദിക്കുമ്പോൾ പറയുന്നത് എന്നെ കൊണ്ട് തന്നെ ഇതൊന്നും പറ്റത്തില്ല, ഒരാളൂടെ വരാമെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യാം. എന്നെ കൊണ്ട് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ, പക്ഷെ എന്റെ ഒരാളൂടെ വരാം, എനിക്ക് തന്നെ ഇതൊന്നും കഴിയും. ആളാരാണ്? കിമേക. ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ഒന്നും വയ്യ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ പ്രശ്നവാദി, ഗുരു, മൗനി, കിമേക. അഞ്ചാമത്തെ ആളാണ് സ്തംഭമൂലകി എന്ന് പറയും. എന്ത് ചെയ്യുന്നറിയാം? തൂണ് പോലെ അവിടെ നിൽക്കും. അങ്ങോട്ടൊന്ന് മാറുവോ? അതില്ല. എന്നാൽ ചെയ്യുവോ? അത്. ഇത് രണ്ടും അങ്ങോട്ടും മാറത്തില്ല, ഒന്നും ചെയ്യത്തുമില്ല, ഇതൊക്കെ സമ്മതിക്കത്തുമില്ല. ഇത് അങ്ങോട്ടെടുക്കാനും പറ്റത്തില്ല, ഇങ്ങോട്ടെടുക്കാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതാണ് സ്തംഭമൂലകി എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രേക്ഷക. ആറാമത്തെ ആളാണ് പ്രേക്ഷക. ഇപ്പൊ ഹരിചന്ദ്രനൊക്കെ പറഞ്ഞു ഈ ഗ്ലാസ് അങ്ങോട്ടൊന്ന് തരാമെന്ന് ചോദിച്ചു. ഈ ഗ്ലാസ് എനിക്ക് ഹരിചന്ദ്രനോടൊന്ന് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ അവിടെ മാല കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ വിളിക്കും. നല്ല ധൃതി മാല കെട്ടുകയാണ്. അത് വെച്ച് പിന്നെ ഓടി വരാൻ പറ്റും. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഓടി വരും, ഈ ഗ്ലാസ് എടുക്കണം. നമ്മൾ ചെയ്തു എന്താ അറിയാം? അത് അതിബുദ്ധിയുടെ ഒരു ലക്ഷണം കൊണ്ടാണ്. പറയാമോ? ഞാനല്ലാതൊന്നും എടുത്തു കൊടുത്തത്, ഞാൻ ഇതിനകത്തൊന്നും എനിക്കൊരു കഴിയില്ല, എന്റെ കൈ എപ്പോഴും പരിശുദ്ധമാണ് എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. അപ്പൊ അതാണ് പ്രേക്ഷക. ഏഴാമത്തെ ആളാണ് ബാണഹ. പണ്ടൊരാളോട് പറഞ്ഞു നാളെ രാവിലെ കൊല്ലത്ത് വരെ പോകാം. രാവിലെ നമുക്ക് കൊല്ലത്ത് വരെ പോകാം. അപ്പം ഒരാൾക്ക് പോകണം. ശരി. അപ്പൊ 6:30 ഇയാള് കൊല്ലത്ത് വാങ്ങിട്ട് വന്നപ്പോൾ ആളുകളില്ല. അവിടെ നിന്ന് വെയിറ്റ് ചെയ്തു. ഒരു 7-8 മണിയായപ്പോൾ ഇയാൾ നീ എവിടെ പോയാ? നീയല്ലേ ഇന്നലെ എന്നോട് പറഞ്ഞ കൊല്ലത്ത് പോകണം. ഞാൻ അതുകൊണ്ട് നീ പറയുന്നത് ഞാനൊരു കാര്യം കേൾക്കത്തില്ലെന്നോ. ഞാൻ നീ 6:30 പറഞ്ഞാൽ അതുകൊണ്ട് എന്ത് ചെയ്തു? 6 മണിക്ക് ഞാൻ പോയി ഇച്ചിരി നേരത്തെ പോകാൻ വിചാരിച്ചു. ചെന്ന് കൊല്ലത്തൊക്കെ പോയി കണ്ടിട്ട് എന്നിട്ട് നമ്മൾ പണ്ടൊരു പഴഞ്ചൊല്ലും പറയും, ഒരാൾ കൊല്ലത്ത് പോയ പോലെ ഇല്ലേ? തെക്കോട്ടൊക്കെ വരുന്നവർക്ക് അറിയാം. അങ്ങനെ പഴഞ്ചൊല്ലും ഉള്ളു, പണ്ടൊരാൾ കൊല്ലത്ത് പോയ പോലെ. പോകാൻ പറഞ്ഞാൽ പോകും. എന്തിനാണെന്നും നമുക്കറിയത്തില്ല. എന്താണെന്നോ എന്തിനാണെന്നത് എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ല, അറിയുകയും വേണ്ട. ഇങ്ങനെയുള്ള 7 പേരോട് നമ്മൾ ഒരു കാര്യവും പറഞ്ഞു. ആരൊക്കെയായിരുന്നു 7 പേര്? പ്രശ്നവാദി, ഗുരു, മൗനി, കിമേക, സ്തംഭമൂലകെ, പ്രേക്ഷകോ, ബാധ, സത്തയിലെ സജീവാത്മ. അപ്പൊ നമ്മൾ 5ാമത്തെ മധുരാഖണ്ഡമാണ് പറഞ്ഞത് അല്ലേ? ഇനി അടുത്തത് 6ാമത്തേതാണ് ദ്വാരകാഖണ്ഡം. ദ്വാരകാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളാണ്. അത് 22 ശ്ലോകം, 22 അധ്യായങ്ങളാണ് അതിനകത്തുള്ളത്. ആ 22 അധ്യായങ്ങളിനകത്താണ് സുദാമചരിതമൊക്കെ പറയുന്ന, അല്ലെങ്കിൽ കുചേരോപാഖ്യാനം എന്ന് പറയുന്ന ആ ഭാഗമൊക്കെ ഉള്ളത്. അത് 22 അധ്യായങ്ങളാണ് അതിനകത്തുള്ളത്. അത് കഴിഞ്ഞിട്ടാണ്
ഏഴാമത്തെ ഖണ്ഡം എന്ന് പറയുന്നത് വിശ്വജിത് ഖണ്ഡം എന്ന് പറയും. വിശ്വജിത് ഖണ്ഡം എന്ന് പറയും. ആ വിശ്വജിത് ഖണ്ഡം എന്ന് പറയുന്നത് ഏകദേശം 50 അധ്യായങ്ങളാണ്. 50 അധ്യായങ്ങളിലാണ് അത് പറയുന്നത്. എട്ടാമത്തെ ഖണ്ഡം എന്ന് പറയുന്നത് ബലഭദ്ര ഖണ്ഡം എന്ന് പറയും. ആ ബലഭദ്ര ഖണ്ഡത്തിനകത്ത് 13 അധ്യായങ്ങളാണ്. അതിനകത്താണ് ബലഭദ്ര സ്വാമിയുടെ സഹസ്രനാമം ഒക്കെ പറയുന്നത്. പിന്നെ അതിനകത്ത് മധുരാലീലകളും രാമകൃഷ്ണ വ്രജലീലകളും ഒക്കെ ഉണ്ട്. രാസക്രീഡാ വർണ്ണനവും പദ്ധതി പടല വർണ്ണനവും എന്നൊക്കെ പറയുന്ന ഒരു വിഷയങ്ങളെ പറ്റി അതിനകത്ത് പറയും. 9ാമത്തേതെന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ പറഞ്ഞു, 8ാമത്തെ ബലഭദ്ര ഖണ്ഡം. 9ാമത്തേതെന്ന് പറയുന്നത് വിജ്ഞാന ഖണ്ഡം എന്ന് പറയും. വിജ്ഞാന ഖണ്ഡം. അതിനകത്ത് 10 അധ്യായങ്ങളാണ് ഉള്ളത്. 10 അധ്യായങ്ങളൊക്കെ ആവുമ്പോഴേക്കും വേദവ്യാസം വരുന്നതും ഭക്തി മഹാത്മ്യവും ഒക്കെ കുറെ കൂടി വിഷയത്തെ സീരിയസ് ആയിട്ട് എത്തുന്ന ഒരു ഭാഗങ്ങളാണ്. പരബ്രഹ്മത്തെയൊക്കെ കാണുന്ന വിഷയത്തെയാണ് മഹാപൂജാവിധി വർണ്ണന എന്ന് പറയും. ഭഗവാന്റെ ഈ പരിപൂർണമായിരിക്കുന്ന പൂജാവിധാനങ്ങളുടെ വ്യവസ്ഥയെ പറ്റിയൊക്കെ പറയുന്നതാണ് മഹാപൂജാവിധാനമൊക്കെ. പരബ്രഹ്മ നിരൂപണം എന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ വരുന്നത് ഈ 9ാമത്തെ ഖണ്ഡത്തിനകത്താണ്. 10 അധ്യായങ്ങളാണ് അതിലുള്ളത്. പിന്നെ 10ാമത്തെ ഖണ്ഡം എന്ന് പറയുന്നത് അശ്വമേധ ഖണ്ഡം എന്ന് പറയും. അശ്വമേധ ഖണ്ഡത്തിനകത്ത് 62 അധ്യായങ്ങളാണ് ഉള്ളത്. 62 അധ്യായങ്ങൾ കൊണ്ട് പാണ്ഡവരുടെയും കൗരവരുടെയും യുദ്ധസഹിതമൊക്കെ യജ്ഞസൽക്കാരവും വൈകുണ്ഠത്തിൽ നിന്നുള്ള കംസാദികളുടെ ആഗമനവും ശ്രീകൃഷ്ണ സഹസ്രനാമവും ഒക്കെ ഭഗവാൻ ഗോലോകത്തിൽ പോകുന്ന കാര്യങ്ങളും കഥകളും ഒക്കെ അതിനകത്ത് പറയും. അങ്ങനെ 62 അധ്യായങ്ങൾ അശ്വമേധ ഖണ്ഡത്തിലൂടെ പറയുന്നതോടുകൂടി നമ്മുടെ ഗർഗഭാഗവതം പൂർണ്ണം. അപ്പോഴാണ് നമ്മൾ ഓരോരുത്തരിലേക്ക് നമ്മൾ മനസ്സിലാവും ഓരോ വിഷയങ്ങളുമൊക്കെ നമ്മളിലുള്ള പല സംശയങ്ങൾക്കും ഒക്കെ ഉള്ള ഉത്തരങ്ങൾ പലയിടത്തും ഒക്കെയുള്ള പല ഉത്തരങ്ങളും ഒക്കെ നമുക്ക് വരുന്നത് അപ്പോഴാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന പല സംശയങ്ങളുണ്ട്. പലപ്പോഴും പല സമയങ്ങളിലും ആ സംശയങ്ങളെ പലതിനെയും നമ്മൾ വിഴുങ്ങുകയാണ്. ആരോട് പോയി ചോദിക്കാനാണ്. ചില ക്ഷേത്രങ്ങളിലൊക്കെ നമുക്കൊരു ദൈവികമായ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംശയം എഴുതി ക്ഷേത്രത്തിൽ കൊണ്ടുപോകണം. അതിന്റെ ഉത്തരം എഴുതണം ക്ഷേത്രത്തിൽ. ഭരണസമിതിയൊക്കെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ, അല്ലേ? നമ്മളുടെ ക്ഷേത്രങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. ക്ഷേത്രം ഒരു സർവീസ് സെന്ററാണ്. അവിടെ നമുക്ക് നമ്മുടെ ഒരു സംശയം ഉണ്ടായി, ആ സംശയം ഉണ്ടായാൽ ആ സംശയം തീർത്തു തരേണ്ടത് ഇവിടുന്നാണ്, നമ്മളുടെ ക്ഷേത്രങ്ങളിൽ. അങ്ങനെ നമ്മൾ ആ തലത്തിലൂടെ ക്ഷേത്രത്തെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഏതെല്ലാം വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോഴും നമ്മൾ വിളക്ക് കത്തിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും എത്ര തിരി ഇടണമെന്ന് അറിയാം. നമ്മൾ 10 പേരോട് ചോദിക്കും എത്ര തിരി ഇടണം. ഒരു ഇല ഇട്ട് കഴിഞ്ഞാൽ ഇലയുടെ തുമ്പ് കിഴക്കോട്ട് വേണം, പടിഞ്ഞാട്ട് വേണം, വടക്കോട്ട് വേണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് തീരുമാനമായിട്ട്. കിഴക്കോട്ട് ഇടുമ്പോൾ ചിലർ വഴിയോ പടിഞ്ഞാട്ട് ഉണ്ടായിട്ടു, പടിഞ്ഞാട്ട് ഇടുമ്പോൾ പറയല്ല ഞങ്ങളൊക്കെ കിഴക്കോട്ടായിരിക്കും, പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടും ഇത്. അപ്പൊ അങ്ങനെ 10 ഖണ്ഡങ്ങളിലൂടെ നമ്മൾ ഇനി യാത്ര പുറപ്പെടാൻ പോവുകയാണ്. അതിൽ 1ാമത്തെ ഖണ്ഡം ഗോലോക ഖണ്ഡത്തിലൂടെ നമുക്ക് ആരംഭിക്കാം. അത് നമുക്ക് ഒരു ചെറിയ ബ്രേക്കൊക്കെ ഉണ്ട്. നമ്മുടെ സർപ്പപ്രതിഷ്ഠ നമ്മുടെ ക്ഷേത്രത്തിൽ, എല്ലാ ക്ഷേത്രത്തിലും വേണ്ട ഒരു സ്ഥാനമാണ് സർപ്പസാന്നിധ്യം. ആ സർപ്പസാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ സ്ഥാനം കണ്ട് കല്ലിടുക. അതിന് കല്ലിടുക വലിയൊരു കാര്യമാണ്. എല്ലാ ക്ഷേത്രങ്ങളിൽ പോലും ആ ഒരു സങ്കല്പമുണ്ട്. ആ സങ്കല്പം നമ്മുടെ ഈ ക്ഷേത്രത്തിലൂടെ വരുന്നത് ക്ഷേത്രത്തിന്റെ പവിത്രതയും പരിപാവനതയും വർദ്ധിക്കപ്പെടുന്നു. അതിന്റെ ഒരു ലക്ഷണമാണ് സർപ്പസാന്നിധ്യം കൂടി നമുക്ക് അനുഗ്രഹമായി വരട്ടെ, അത് ഒരു ഗുണകരമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് സന്തോഷമായിട്ട് അന്നംഹി മാനം
അത് ആഹാരത്തിന്റെ ഒരു കഥയുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ